So hi everyone, welcome back to our channel. So ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 1 ഓഫ് പ്രോഗ്രാമിംഗ് ഇൻ സി ആണ്. സോ ഇതിൽ നമ്മൾ മോസ്റ്റ്ലി ഡിസ്കസ് ചെയ്യുന്നത് പ്രോഗ്രാംസ് ആയിരിക്കും. തിയറി പാർട്ട് ജസ്റ്റ് നോക്കിയിട്ട് പോകുള്ളൂ. ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല. പ്രോഗ്രാംസ് ആയിരിക്കും കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിൽ മെയിൻലി പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ പ്രോഗ്രാംസ് ആണ് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലുള്ള രണ്ട് ടോപ്പിക്സ് ഉണ്ട് മെയിൻലി. സി ഫണ്ടമെന്റൽസ് ഉണ്ട്, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഈ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിന് ധാരാളം പ്രോബ്ലംസ് ചോദിക്കാൻ നല്ലോണം ചാൻസ് ഉണ്ട്. അപ്പൊ സി പ്രോഗ്രാം എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്ട് ഓറിയന്റഡ് അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ ലാംഗ്വേജ് ആണ്. അതൊരു പ്രൊസീജിയറിൽ എഴുതിയാൽ മാത്രമാണ് അത് പ്രോഗ്രാം ഫങ്ഷൻ ചെയ്യുള്ളൂ. പിന്നെ ഇതിന്റെ ഫീച്ചേഴ്സ് പഠിക്കുക. അത് റോബസ്റ്റ് ആണ്, എഫിഷ്യന്റ് ആൻഡ് ഫാസ്റ്റ്, പോർട്ടബിൾ ആണ്, അതുപോലെ തന്നെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഓക്കെ, ഇനി സി ഫണ്ടമെന്റൽസിൽ നമുക്ക് ക്യാരക്ടർ സെറ്റ് ഉണ്ട്. ക്യാരക്ടർ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലെറ്റേഴ്സ് ആവാം, ഡിജിറ്റ്സ് ആവാം, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആവാം. ഇനി ടോക്കൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കണം. ടോക്കൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്മോൾ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഓഫ് സി ആണ്. നമ്മുടെ സി പ്രോഗ്രാമിന്റെ ഏറ്റവും സ്മോൾ യൂണിറ്റ്സ് ആണ് എന്ത്? ടോക്കൻസ് എന്ന് പറഞ്ഞത്. അപ്പൊ 6 ടൈപ്സ് ഓഫ് ടോക്കൻസ് ഉണ്ട്. ഇതൊരു 7 മാർക്കോ 6 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ചോദിക്കുക. ഈ 6 ടൈപ്സും ഓഫ് ടോക്കൻസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം എഴുതാൻ. ജസ്റ്റ് നെയിം ചെയ്താൽ പോലെ ഓരോന്നും എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യണം വിത്ത് എക്സാമ്പിൾസ്. അപ്പൊ കീവേഡ്സ് ഉണ്ട്, ഐഡന്റിഫയേഴ്സ് ഉണ്ട്, കോൺസ്റ്റന്റ്സ്, സ്ട്രിംഗ്, ഓപ്പറേറ്റേഴ്സ് ആൻഡ് സ്പെഷ്യൽ സിമ്പിൾസ്. അപ്പൊ ഇതിലൊരു ജസ്റ്റ് ഒരു കോഡ് പോലെ ആക്കി പഠിക്കാം. കിക്ക് സോസ് എന്ന് പറഞ്ഞിട്ട് ഓർക്കുക. കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ്, കോൺസ്റ്റന്റ്സ്, സ്ട്രിംഗ്സ്, ഓപ്പറേറ്റേഴ്സ് ആൻഡ് സ്പെഷ്യൽ സിമ്പിൾസ്. കിക്ക് സോസ്. ഓക്കെ, ഇനി കീവേഡ്സ് എന്ന് പറഞ്ഞാൽ ഓൾ ദ വേർഡ്സ് ദാറ്റ് ആർ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന, ഓൾറെഡി നമ്മുടെ പ്രോഗ്രാമിൽ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ സി ലാംഗ്വേജിൽ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള വേർഡ്സ് ആണ് കീവേഡ്സ് എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് വേറെ ഫങ്ഷൻസ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ കീവേഡ്സ് എല്ലാം ലോവർ കേസിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഇൻഡന്റേഷൻ യൂസ് ഫോർ ഇന്റൻഡഡ് പർപ്പസ് ഓൺലി, ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. 32 കീവേഡ്സ് ആണ് ടോട്ടലി നമ്മുടെ സി ലാംഗ്വേജിലുള്ളത്. ഓട്ടോ, ബ്രേക്ക്, ഇഫ്, ഫോർ, വൈൽ, എക്സെട്ര. ഇനി ഐഡന്റിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ അത് നെയിംസ് ദാറ്റ് ആർ ഗിവൺ ടു വേരിയസ് പ്രോഗ്രാംസ്. നമ്മൾ കൊടുക്കുന്ന പേരുകളാണ് ഐഡന്റിഫയേഴ്സ്. ഐഡന്റിഫയേഴ്സ് നമ്മൾ കൊടുക്കുന്നത് വേരിയബിൾസിന്, ഫംഗ്ഷന്, അറേക്ക്, ഇതിനെല്ലാം പല പല പേരുകൾ കൊടുക്കും. ഇനി ഐഡന്റിഫയേഴ്സിന് റൂൾസ് ഉണ്ട്. ഈ റൂൾസും പഠിക്കുക. ഈ റൂൾസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്യാരക്ടർ മസ്റ്റ് ബി ആൽഫബറ്റ് ഓർ അണ്ടർസ്കോർ ആയിരിക്കണം. ലെറ്റേഴ്സും ഡിജിറ്റ്സും അണ്ടർസ്കോറും ഉണ്ടാവാം. അതുപോലെ തന്നെ ഓൺലി 31 ക്യാരക്ടേഴ്സ് ആണ് അതിന്റെ സിഗ്നിഫിക്കന്റ് ആവുള്ളൂ. കീവേഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. മസ്റ്റ് നോട്ട് കണ്ടെയ്ൻ വൈറ്റ് സ്പേസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി കോൺസ്റ്റന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ വാല്യൂ ഒരിക്കലും ചേഞ്ച് ആവത്തില്ല പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ. അപ്പൊ കോൺസ്റ്റന്റ്സിൽ നമുക്ക് ന്യൂമറിക് കോൺസ്റ്റന്റ്സ് ഉണ്ട്, ക്യാരക്ടർ കോൺസ്റ്റന്റ്സ് ഉണ്ട്. അപ്പൊ ന്യൂമറിക് കോൺസ്റ്റന്റ്സിൽ നമുക്ക് ഇന്റിജർ കോൺസ്റ്റന്റ് ഉണ്ട്, ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റന്റ് ഉണ്ട്. ക്യാരക്ടർ കോൺസ്റ്റന്റിൽ സിംഗിൾ ക്യാരക്ടേഴ്സ് ഉണ്ട്, സ്ട്രിങ്സും ഉണ്ട്. ഇനി കോൺസ്റ്റന്റ് ഇന്റിജർ കോൺസ്റ്റന്റ്സ്. ഓക്കെ, ഇന്റിജർ കോൺസ്റ്റന്റ്സ് ആണ് പറയുന്നത്. ഇന്റിജർ കോൺസ്റ്റന്റ്സ് എന്ന് പറഞ്ഞാൽ ഇന്റിജേർഡ് വാല്യൂസ് ആണ്. അതിൽ സീക്വൻസ് ഓഫ് ഡിജിറ്റ്സ് ഉണ്ടാവും. 3 ടൈപ്സ് ഓഫ് ഇന്റിജേഴ്സ് ആണ് ഉള്ളത്. ഡെസിമൽ, ഒക്ടൽ, ഹെക്സാഡെസിമൽ ആണ് ഉള്ളത്. ഇനി ഡെസിമൽ ഇന്റിജർ എന്ന് പറഞ്ഞാൽ എന്താ? 0 to 9 വരെയുള്ള നമ്പേഴ്സ് ആയിരിക്കും. അതിൽ 2 or more ഡിജിറ്റ് ഉണ്ടാവാം. സംടൈംസ് അത് 0, സ്പേസ്, കോമ ഇതൊന്നും പെർമിറ്റഡ് അല്ല ഡെസിമൽ ഇന്റിജേഴ്സിൽ. ഇനി ഒക്ടൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒക്ടൽ എന്ന് പറഞ്ഞാൽ 0 to 7 വരെ ആയിരിക്കും ഉണ്ടാവുക. അതൊക്കെ അതിന്റെ എന്താ ഉണ്ടാവുക? ആൽഫബറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. സോറി, 0 to 7 വരെ മാത്രമേ ഉള്ളൂ ഒക്ടൽ നമ്പേഴ്സ്. അപ്പൊ 0 മുതൽ 7 വരെ ഇറ്റ് വിൽ ബി ലൈക്ക് 8 നമ്പേഴ്സ്. അതാണ് ഇവിടെ ഒക്ടൽ ഇന്റിജേഴ്സ് എന്ന് പറയുന്നത്. കൗണ്ട് ചെയ്യുമ്പോൾ 0 മുതൽ 7 വരെ കൗണ്ട് ചെയ്യുമ്പോൾ ഇറ്റ്സ് ലൈക്ക് 8 നമ്പേഴ്സ് ഉണ്ട് അല്ലെ. ഇനി ഹെക്സാഡെസിമൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ബിഗിൻസ് വിത്ത് 0x or 0 ക്യാപിറ്റൽ എക്സ്. അതിനുശേഷം 0 to 9 വരെ എന്തുണ്ടാവുള്ളൂ? നമ്പേഴ്സ് ഉണ്ടാവുള്ളൂ. ബാക്കി ഹെക്സാഡെസിമൽ ഇസ് ലൈക്ക് എ, ബി, സി, ഡി, ഇ, എഫ്. അപ്പോ 10, 11, 12, 13, 14 ആൻഡ് 15 ഇങ്ങനെ ആയിരിക്കും ടോട്ടലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ. ഈ എല്ലാ നമ്പേഴ്സും കൂടി ടോട്ടൽ 16 നമ്പേഴ്സ് ഉണ്ട്. 0 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റന്റ്സ് എന്ന് പറഞ്ഞാൽ ബേസ് 10 ആയിരിക്കും. ദാറ്റ് കണ്ടെയ്ൻ ചെയ്ത ഡെസിമൽ പോയിന്റ്സ് ഉണ്ടാവും. ഇനി സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റന്റ്സ് ഇസ് എൻക്ലോസ്ഡ് വിത്തിൻ എ പെയർ ഓഫ് സിംഗിൾ കോട്ട്സിൽ എൻക്ലോസ്ഡ് ആയിരിക്കും. അത് ആസ്കി വാല്യൂസ് ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. ഇനി സ്ട്രിംഗ് കോൺസ്റ്റന്റ് ഇസ് എ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ്
String constants double quotes കൊടുക്കുക. Okay. The character must be letter, number, special character, blank spaces. Character constant is not equivalent in a string constant. String constant do not have a equivalent integer, while character constant have an integer value. ഒരു integer value അതിന് ഉണ്ട്. String constant. Sorry, string constant equivalent value ഇല്ല, character constant ആണ് equivalent value ഉള്ളത്. ഇനി escape sequences ഉണ്ട്. escape sequence നമ്മൾ യൂസ് ചെയ്യുന്നത് ബാക്ക് സ്ലാഷ് യൂസ് ചെയ്തിട്ട് വരുന്ന എന്താണ് ക്യാരക്ടേഴ്സ് ആണ് വരുന്നത്. ഇറ്റ് ഈസ് യൂസ് ഫോർ ഔട്ട്പുട്ട് ഫംഗ്ഷൻ. സ്ലാഷ് ബി എന്ന് പറഞ്ഞാൽ ബാക്ക് സ്പേസിന് വേണ്ടിയിട്ട്, സ്ലാഷ് എൻ ന്യൂ ലൈൻ, സ്ലാഷ് ടി ഹൊറിസോണ്ടൽ ടാബ്, സ്ലാഷ് വി വെർട്ടിക്കൽ ടാബ്, സ്ലാഷ് 0 എന്ന് പറഞ്ഞാൽ നൾ. ഇനി ബേസിക് ഡേറ്റ ടൈപ്സ് ഉണ്ട്. ഡേറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ദ ഡേറ്റ വിച്ച് ഇസ് യൂസ് ടു ഡിഫൈൻ ദ വേരിയബിൾസ്, വേരിയബിൾസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇറ്റ് വിൽ അസൈൻ സ്റ്റോറേജ് ഫോർ ദ വേരിയബിൾ ആൻഡ് ഡിഫൈൻ ദ ടൈപ്പ് ഓഫ് ഡേറ്റ ഇറ്റ് വിൽ ബി ഹെൽഡ് ഇൻ ദ ലൊക്കേഷൻ. അപ്പൊ ഡേറ്റ ടൈപ്സ് 3 ടൈപ്സ് ആണ് ഉള്ളത്. പ്രൈമറി ഡേറ്റ ടൈപ്സ്, ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്സ് ആൻഡ് യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്സ്. പ്രൈമറി ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇന്റ്, ഫ്ലോട്ട്, ഡബിൾ, ക്യാർ, വോയിഡ് ആവാം. ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ അറേസും ഫംഗ്ഷൻസും ആവാം. യൂസർ ഡിഫൈൻഡ് മീൻസ് ഈനം, ടൈപ്പ് ഡെഫ്, ഇതൊക്കെയാണ്. ഇനി ഇൻഡിജർ എന്ന് പറഞ്ഞാൽ ഇൻഡിജേഴ്സ് ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ്, 0 എന്ത് വേണമെങ്കിലും ആവാം. അതിന്റെ ഒരു റേഞ്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്റ് എന്ന് പറഞ്ഞാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിൽ 2 bytes മെമ്മറി ആയിരിക്കും എടുക്കുക. അതുപോലെ തന്നെ ലോങ് ഇന്റ് ഉണ്ട്, ഷോർട്ട് ഇന്റും ഉണ്ട്. ഇനി ഫ്ലോട്ടിംഗ് പോയിന്റ് എന്താണ്, ഫ്ലോട്ടിംഗ് പോയിന്റ് യൂസ് ടു റെപ്രസെന്റ് റിയൽ നമ്പേഴ്സ്. ഫ്ലോട്ട് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഇതിന് 4 bytes ആണ് ഉള്ളത്. 6 ഡിജിറ്റ് പ്രിസിഷൻസ് വരെ ഉണ്ട്. ഇനി ഡബിൾ എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് നമ്പർ ആണ്, പക്ഷെ അതിന് കുറച്ചും കൂടി അക്യൂറസി കുറവായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡബിൾ യൂസ് ചെയ്യുക. ഡബിളിന് 64 ബിറ്റ് ഉണ്ട്, 14 ഡിജിറ്റ്സ് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഫ്ലോട്ട് 4 bytes, ഡബിൾ 8 bytes, ഡബിൾ ലോങ് ഉണ്ട്. ഇനി ക്യാരക്ടർ ടൈപ്പ് ഉണ്ട്. ക്യാരക്ടർ ടൈപ്പ് നമ്മൾ ക്യാർ എന്ന രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്യാരക്ടർ ഡേറ്റ ടൈപ്പ് അത് 1 byte ആണ്, അല്ലെങ്കിൽ 8 bit ആണ്. ക്യാർ എന്ന് പറഞ്ഞൊരു കീവേഡ് വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്തത്. ഇനി വോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, വോയിഡ് ടൈപ്പിന് ഒരു വാല്യൂ ഇല്ലാത്തതിനെയാണ് എന്ത് വിളിക്കുന്നത്, വോയിഡ് ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് യൂസ് ടു സ്പെസിഫൈ ദ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ. എന്ത് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ആണെന്ന് പറയണം. The function is said to be void when it does not return any value. ഒരു വാല്യൂം റിട്ടേൺ ചെയ്യില്ലെങ്കിൽ അത് എന്തായിട്ട് ഡിഫൈൻ ചെയ്യാം, വോയിഡ് ടൈപ്പ് ആയിട്ട് ഡിഫൈൻ ചെയ്യാം. ഇനി വേരിയബിൾസ്. വേരിയബിൾസ് മേ ബി യൂസ് ടു സ്റ്റോർ ഡേറ്റ വാല്യൂസ്. ഡേറ്റ വാല്യൂസ് സ്റ്റോർ ചെയ്യാനായിട്ടാണ് വേരിയബിൾസ് യൂസ് ചെയ്യുക. വേരിയബിൾ നെയിം. വേരിയബിൾ നെയിം എന്ന് പറഞ്ഞാൽ എന്തിനാണ്, നമ്മൾ പ്രോഗ്രാമറിന് ഭയങ്കര മീനിങ് ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഒരു പ്രോഗ്രാം എഴുതാനാണ് വേരിയബിൾസ് യൂസ് ചെയ്യുക. സോ റൂൾസ് ഫോർ വേരിയബിൾ നെയിം എന്തൊക്കെയാണ്, ഇറ്റ് ഷുഡ് നോട്ട് ബി എ കീവേഡ്. കീവേഡ് ആവരുത്. ലെറ്റർ സ്റ്റാർട്ട് ചെയ്യണം. ലെറ്റേഴ്സ്, നമ്പേഴ്സ്, അണ്ടർസ്കോറോ ആവാം. മോർ ദാൻ 8 പാടില്ല. നോട്ട് അതർ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആർ അലൗഡ്. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് പാടില്ല. വേരിയബിൾ നെയിംസ് ആർ കേസ് സെൻസിറ്റീവ് ആണ്. ഓക്കെ, ഇനി വേരിയബിൾ ഡിക്ലറേഷൻ. വേരിയബിൾ ഡിക്ലറേഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ബിഫോർ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ എ പ്രോഗ്രാം. അപ്പൊ 2 things നമ്മൾ പറയണം. വേരിയബിളിന്റെ അടുത്ത് കമ്പൈലറിനോട് പറഞ്ഞു കൊടുക്കണം വേരിയബിൾ നെയിം എന്താണെന്ന്. അതുപോലെ തന്നെ വാട്ട് ടൈപ്പ് ഓഫ് വേരിയബിൾ ഇറ്റ് വിൽ ബി, ഇന്റ് ആണോ ഫ്ലോട്ട് ആണോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഡേറ്റ ടൈപ്പ് ആദ്യം എഴുതണം. ഡേറ്റ ടൈപ്പ് ഇപ്പൊ ഇന്റ് ആണെങ്കിൽ ഇന്റ് ആണെന്ന് കൊടുക്കണം. വേരിയബിൾ നെയിം ഇപ്പൊ എക്സ് ആണെങ്കിൽ എക്സ് എന്ന് കൊടുക്കണം. അല്ലെങ്കിൽ ഇപ്പൊ ക്യാർ ആണ്, ക്യാർ വേർഡ്. അപ്പൊ വേർഡ് എന്ന് പറയുന്ന വേരിയബിൾ നെയിം, ക്യാർ എന്ന് പറയുന്നത് ഡേറ്റ ടൈപ്പ്. ഇത് ഡേറ്റ ടൈപ്പ്, ഇത് വേരിയബിൾ നെയിം. സോ വേരിയബിൾ നെയിം എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇനി അസൈനിങ് ദ വാല്യൂസ്. അപ്പൊ ഇപ്പൊ കൗണ്ട് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ കൗണ്ടിന്റെ വാല്യൂ എന്താണെങ്കിലും 3 എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഡിക്ലറേഷൻ ഓഫ് എ വേരിയബിൾ ആസ് എ കോൺസ്റ്റന്റ്. അപ്പൊ കോൺസ്റ്റന്റ് ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കോൺസ്റ്റ് കൊടുക്കണം, ഡേറ്റ ടൈപ്പ് കൊടുക്കണം, വേരിയബിൾ നെയിം കൊടുക്കണം, പിന്നെ വാല്യൂ. അപ്പൊ കോൺസ്റ്റ് കൊടുക്കണം, കോൺസ്റ്റ് ഇന്റ് സം ഈക്വൽ ടു 10. അപ്പൊ സമ്മിന്റെ വാല്യൂ എല്ലായിടത്തും നമ്മുടെ പ്രോഗ്രാമിൽ എല്ലായിടത്തും എന്തായിരിക്കും, 10 ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതൊരിക്കലും മോഡിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഇറ്റ്സ് പ്രിസൾട്ട്സ്. അപ്പൊ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഓപ്പറേറ്റേഴ്സും ഇമ്പോർട്ടന്റ് ആണ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്താണെന്ന് ഉള്ളിലുള്ളത് മനസ്സിലാക്കുക. നെയിംസ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാം. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, അഡീഷൻ, അസൈൻമെന്റ് ഓപ്പറേഷൻ, ഇക്വലന്റ് ഓർ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. അത് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് സെപ്പറേറ്റ് ചെയ്താലും മതി. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ്. അപ്പൊ AAA RCL.
RLC ARLC എന്ന ഒരു കോഡ് പോലെ ഓർക്കുക. അപ്പൊ അരിത്തമെറ്റിക് എന്തിനായിരിക്കും? അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനാണ്. അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ വാല്യൂസ് അസൈൻ ചെയ്യാനാണ്. ഇക്വലന്റ് എന്ന് പറഞ്ഞാൽ ഇക്വാലിറ്റി ചെക്ക് ചെയ്യാനാണ്. റിലേഷൻ എന്താണ്? റിലേഷൻ ഒരു രണ്ട് വാല്യൂസിന്റെ റിലേഷൻ ചെക്ക് ചെയ്യാനാണ്. ലോജിക്കൽ ഓപ്പറേഷൻസ് കണ്ടുപിടിക്കാനാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. കണ്ടീഷണൽ ഓപ്പറേഷൻസ് കണ്ടീഷൻസ് ചെക്ക് ചെയ്തിട്ട് വാല്യൂസ് കൊടുക്കാൻ. അപ്പൊ ഇതുപോലെ മനസ്സിലാക്കി പഠിക്കാം. ഇനി അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് രണ്ട് രീതിയിലുണ്ട്. യൂണറി ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ബൈനറി ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. യൂണറി ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഒപ്പറാൻഡ് ഉണ്ടാവുള്ളൂ. ബൈനറി ഓപ്പറേറ്റേഴ്സിൽ രണ്ട് ഒപ്പറാൻഡ്സ് ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഓപ്പറേറ്റേഴ്സ് വരുന്നത്. അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് മോഡ്യൂൾസ്. അപ്പൊ യൂണറി ഓപ്പറേഷൻസിൽ എന്തുണ്ട്? യൂണറി ഓപ്പറേഷൻസിൽ ഇൻക്രിമെന്റ് ഓപ്പറേഷൻ ഉണ്ട്, ഡിക്രിമെന്റ് ഓപ്പറേഷൻ ഉണ്ട്. അപ്പൊ ഇൻക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ് കോസ് ഓപ്പറേറ്റർ ടു ബി ഇൻക്രീസ് ബൈ 1. അതുപോലെ ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ് കോസ് ഡിക്രിമെന്റ് ബൈ 1. അപ്പോ I++ എന്ന് പറഞ്ഞാൽ എന്താണ്? I+1. സോ I++ എന്ന് എഴുതണമെങ്കിൽ നമ്മുടെ മീനിങ് എന്ന് പറഞ്ഞാൽ I+1, I is equal to I+1 എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ഓക്കെ, I മൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? I equal to I-1. ഓക്കെ, the operator precedence plus I ഉണ്ട്. അതിനാണ് പ്രീ ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താ ചെയ്യുന്നത്? operand will alter the value before it utilizes the intended purpose within the program. ഫസ്റ്റ് എന്ത് ചെയ്യും? alter the value alter ചെയ്യും. അതിന് ശേഷം എന്ത് ചെയ്യുള്ളൂ? ഫസ്റ്റ് പ്ലസ് വന്നുകൊണ്ട് ആദ്യം ഓൾട്ടർ ചെയ്യൂന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അതിന് ശേഷമാണ് യൂട്ടിലൈസ് ചെയ്യുള്ളൂ. സോ I++ എന്ന് പറഞ്ഞാൽ the value operand will be altered after it is utilized. And the value operand will be altered after it is utilized. വാല്യൂ യൂസ് ചെയ്തതിന് ശേഷമാണ് ഓൾട്ടർ ചെയ്തുള്ളൂ. അപ്പൊ നമുക്ക് അത് എക്സാമ്പിൾ വെച്ചിട്ട് മനസ്സിലാക്കാം. അപ്പൊ A is equal to 9, A++ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പ്രിന്റ് ചെയ്യുന്ന എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 9 ആയിരിക്കും. പിന്നെ ആയിരിക്കും 10. അപ്പൊ ഇത് ഫസ്റ്റ് എന്ത് ചെയ്യത്തില്ല? ഓൾട്ടർ ചെയ്യത്തില്ല. ആദ്യം എന്ത് ചെയ്യും? സെയിം വാല്യൂ പ്രിന്റ് ചെയ്യും. പ്രിന്റ് ദെൻ ഓൾട്ടർ. അതാണ് A++ അല്ലെങ്കിൽ I++ ചെയ്യാം. ഇനി അതേസമയം പ്ലസ് എന്ത് ചെയ്യും? ഓൾട്ടർ ദെൻ പ്രിന്റ്. സോ ഇവിടെ എന്ത് ചെയ്യും? ഓൾട്ടർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആദ്യം ഓൾട്ടർ ചെയ്തിട്ടായിരിക്കും വരാം. അപ്പൊ വാല്യൂ 10 ആയിരിക്കും. അതിനുശേഷമുള്ള വാല്യൂ 10 ആയിരിക്കും. ഓക്കെ, സോ അത് പ്ലസ് എ. അപ്പൊ A++ എന്ന് പറഞ്ഞാൽ പ്രിന്റ് ആൻഡ് ഓൾട്ടർ, പ്ലസ് എന്ന് പറഞ്ഞാൽ ഓൾട്ടർ ആൻഡ് പ്രിന്റ്. അതാണ് ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻ. ഈ രണ്ട് കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾ ഓർക്കണം. എപ്പോഴും എല്ലാവർക്കും വരുന്ന ഒരു ഡൗട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. Increment the value before returning the value. ഇനി റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇക്വാലിറ്റി ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. ലോജിക്കൽ എന്ന് പറഞ്ഞാൽ ലോജിക്കൽ ആൻഡ് ഉണ്ട്, ലോജിക്കൽ ഓർ ഉണ്ട്, നോട്ട് എന്ന് പറഞ്ഞൊരു ലോജിക്കൽ ഓപ്പറേറ്ററും കൂടി ഉണ്ട്. പിന്നെ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? ടു അസൈൻ ദ വാല്യൂ ടു ആൻ എക്സ്പ്രഷൻ. അതിന് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈക്വൽ ടു സൈൻ ആണ് യൂസ് ചെയ്യാം. ഇനി കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കും. അതിന്റെ ഒരു സിന്റാക്സ് ആണ് എക്സ്പ്രഷൻ 1 കൊടുക്കുക, ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക, ദെൻ എക്സ്പ്രഷൻ 2 കൊടുക്കുക, ദെൻ കോളൻ കൊടുക്കുക, അതിന് എക്സ്പ്രഷൻ 3. ഇതാണ് അതിന്റെ ഒരു മെയിൻ സിന്റാക്സ്. അപ്പൊ എക്സ്പ്രഷൻ 1ഉം എക്സ്പ്രഷൻ 2 എന്ത് ചെയ്യും? ഇവാലുവേറ്റ് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ എക്സ്പ്രഷൻ 3 പെർഫോം ചെയ്യും. അതാണ് ചെയ്യുക. അപ്പൊ ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇഫ് ടോട്ടൽ ഗ്രേഡ് ഗ്രേറ്റർ ദാൻ 60 ആണെന്ന് നോക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഗ്രേഡ് P ആണ്, ഇല്ലെങ്കിൽ ഫോൾസ് ആണ്. അപ്പൊ കണ്ടീഷൻ കൊടുക്കും, എന്നിട്ട് ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ഓക്കെ, അതാണ് ചെയ്യുക. ഇനി ഇതിൽ ഓപ്പറേറ്റർ പ്രസിഡൻസ് ഉണ്ട്. പ്രസിഡൻസ് എന്ന് പറഞ്ഞാൽ ഏത് ഓപ്പറേറ്റേഴ്സ് ആദ്യമൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഓപ്പറേറ്റർ പ്രസിഡൻസിൽ വേണ്ടത്. ഹയർ ദ പ്രസിഡൻസ് ആണ് എപ്പോഴും അത് ഇവാലുവേറ്റഡ് ബിഫോർ ദ ലോവർ പ്രസിഡൻസ്. ലോവർ പ്രസിഡൻസിന് മുമ്പ് ഹയർ പ്രസിഡൻസ് ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓപ്പറേറ്റർ വിച്ച് ഹാവ്
സെയിം പ്രസിഡൻസസ് അതിൽ അസോസിയേറ്റിവിറ്റി ചെക്ക് ചെയ്തിട്ടാണ് ചെയ്യാം. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രസിഡൻസ് ഉള്ളത് ആർക്കാണെന്ന് നോക്കും. ഇതിലിപ്പോ പ്രസിഡൻസ് കൂടുതൽ ഫസ്റ്റ് ബ്രാക്കറ്റ്സിനാണ്, ബ്രാക്കറ്റ്സ് നോക്കും. പിന്നെ പോസ്റ്റ് ഫിക്സ് ആണ്, അതിൽ തന്നെ പ്ലസ് ആണോ മൈനസ് സൈൻ ആണോ, ഏതൊരു പ്രസിഡൻസി ഓർഡർ ആണ് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇതിപ്പോ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ ഞാൻ കണ്ടു പഠിക്കണം എന്ന് അറിയില്ല ഈ ഒരു പോയിന്റിൽ, ബട്ട് അറിഞ്ഞിരിക്കുക ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇൻ എ പ്ലസ് ബി സ്റ്റാർ സിയില് ഹയർ ദ പ്രസിഡൻസ്, സ്റ്റാറിനാണ് പ്രസിഡൻസ് കൂടുതൽ. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യും, ഈ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ട് എന്ത് ചെയ്യുള്ളൂ, പ്ലസിന്റെ ഓപ്പറേഷൻ ചെയ്യുള്ളൂ. അപ്പൊ ബി ഇൻറ്റു സി ആദ്യം ചെയ്തിട്ട് എ പ്ലസ് ബി ഇൻറ്റു സി ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇനി എല്ലായിടത്തും സെയിം പ്രസിഡൻസി ഉള്ളത് റൈറ്റ് ടു ലെഫ്റ്റ് ആയിരിക്കും അസോസിയേറ്റിവിറ്റി റൂൾ. അപ്പൊ റൈറ്റ് മുതൽ ലെഫ്റ്റിലോട്ടായിരിക്കും വാല്യൂ കൊടുക്കുക എപ്പോഴും. ഓക്കെ, ഇനി ഈ ഒരു പ്രോഗ്രാം ആണ്. ഈ ഒരു പ്രോഗ്രാമിലെ #stdio.h ഇതൊരു ജനറൽ ഫോം ആണ്. ഇന്റ് മെയിൻ കൊടുത്തിട്ട് ഇന്റ് റിസൾട്ട് ഈക്വൽ ടു 5 പ്ലസ് 2 സ്റ്റാർ 3. അപ്പൊ എന്ത് ചെയ്യണം, ഫസ്റ്റ് പ്രസിഡൻസി ആർക്കാണ്, സ്റ്റാറിനാണ്. അപ്പൊ 3 2s are 6 ആണ്, 6 പ്ലസ് 5 ആയിരിക്കും ഇവിടെ ഓപ്പറേറ്റിംഗ്. അപ്പൊ 6 പ്ലസ് 5 എന്താ 11. അപ്പൊ 11 ആയിരിക്കും നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, സോ റിസൾട്ട് വിൽ ബി 11. എങ്ങനെയാണ് ഓപ്പറേറ്റർ പ്രസിഡൻസി വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്. ഇനി ബിറ്റ് വൈസ് ഓപ്പറേഷൻ. ബിറ്റ് വൈസ് ഓപ്പറേഷൻ ഇസ് എ ബിറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി മാനിപ്പുലേറ്റിംഗ് ദ ബൈനറി റെപ്രസെന്റേഷൻ ഓഫ് ഇൻഡിജർ. ബൈനറി റെപ്രസെന്റേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. കോമൺലി യൂസ് ഫോർ ടാസ്ക് ലൈക്ക് മാസ്കിംഗ്, സെറ്റിംഗ്, ടോഗ്ലിംഗ് ബിറ്റ്സ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ബിറ്റ് വൈസ് ആൻഡ് ഉണ്ട്, ഓർ ഉണ്ട്, എക്സോർ ഉണ്ട്, നോട്ട് ഉണ്ട്, ലെഫ്റ്റ് ഷിഫ്റ്റ് ഉണ്ട്, റൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്, ഇതൊക്കെയാണ് നോക്കി വെച്ചത്. ഇനി ബിറ്റ് വൈസ് ആൻഡിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് കൊടുത്തേക്കുന്നത്. എ എന്ന് പറഞ്ഞിട്ട് 5 കൊടുത്തിട്ടുണ്ട്, ബി എന്ന് പറഞ്ഞാൽ 3 കൊടുത്തിട്ടുണ്ട്. റിസൾട്ട് എ ആൻഡ് ബി. അപ്പൊ ഇതിൽ ബൈനറി അഡീഷൻ ആണ്. നമ്മൾ കഴിഞ്ഞ പേപ്പറിൽ ഡിസ്കസ് ചെയ്താണ് ബൈനറി അഡീഷൻ എങ്ങനെ ചെയ്യുന്നത്. ആ ഒരു റിസൾട്ട് വാല്യൂ ആയിരിക്കും ഇവിടെ പ്രിന്റ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ഇനി ബിറ്റ് വൈസ് ഓറിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ബിറ്റ് വൈസ് ഓർ എങ്ങനെയാ പെർഫോം ചെയ്യുന്നതെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി എക്സ്പ്രഷൻസ്. എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മള് മാത്തമാറ്റിക്കൽ ഒരു എക്സ്പ്രഷൻ ചെയ്തില്ലേ, ആ ഒരു മീനിങ് തന്നെയാണ് ഇവിടെ എക്സ്പ്രഷൻ ഉള്ളൂ. ഇതുപോലത്തെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിനാണ്, എക്സ്പ്രഷൻസിനാണ് ഇവിടെ എക്സ്പ്രഷൻ കൊടുത്തിരിക്കുന്നത്. ഇനി സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് കോസസ് ദ കമ്പ്യൂട്ടർ ടു ക്യാരി ഔട്ട് സം ആക്ഷൻസ്. കുറച്ച് ആക്ഷൻസ് പെർഫോം ചെയ്യാനായിട്ടാണ് സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യുന്നത്. 3 ഡിഫറെന്റ് ക്ലാസ്സസ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. എക്സ്പ്രഷൻ, കോമ്പൗണ്ട്, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ സെമി കോളൻ വെച്ചിട്ട് കൺക്ലൂഡ് ചെയ്യുന്നതാണ് എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെന്റ്സ്. കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എൻക്ലോസ്ഡ് വിത്തിൻ ബ്രേസസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ യൂസ് ടു ക്രിയേറ്റ് സ്പെഷ്യൽ പ്രോഗ്രാം ഫീച്ചേഴ്സ് ലൈക്ക് ലോജിക്കൽ, ടെസ്റ്റ്, ലൂപ്പ്, ബ്രാഞ്ചസ്, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യുക. ഇനി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അതാണ് ഗെറ്റ് ചാർ, ഗെറ്റ്, സ്കാൻഎഫ്, ഇതൊക്കെ ഇൻപുട്ടിന് വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് പുട്ട് ചാർ, പുട്ട്, പ്രിന്റ്എഫ്, ഇതൊക്കെ യൂസ് ചെയ്യും. അപ്പൊ ഗെറ്റ് ചാർ എന്തിനാണ്, ഗെറ്റ് ദ ക്യാരക്ടേഴ്സ് ഫ്രം ദ കീബോർഡ്, അതിനാണ് ഗെറ്റ് ചാർ യൂസ് ചെയ്യുന്നത്. പുട്ട് ക്യാർ എന്ന് പറഞ്ഞാൽ to write a single characters to the output device. Output deviceലോട്ട് ക്യാരക്ടർ പ്രിന്റ് ചെയ്യാം. ഇനി സ്കാൻഎഫ് എന്ന് പറഞ്ഞാൽ എന്താ, ഡാറ്റ എൻ്റർ ടു ദ കമ്പ്യൂട്ടർ ബൈ ദ ഫംഗ്ഷൻ സ്കാൻഎഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് വാല്യൂസ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് സ്കാൻഎഫ് യൂസ് ചെയ്യുന്നത്. അതിൽ നമുക്ക് കൺവേർഷൻ കോൺസ്റ്റൻസ് യൂസ് ചെയ്യാം. ഡി ഫോർ ഇൻറ്റിജർ, എഫ് ഫോർ ഫ്ലോട്ട്, സി ഫോർ ക്യാരക്ടേഴ്സ്, എസ് ഫോർ സ്ട്രിങ്സ് ആൻഡ് ഐ ഡി ഫോർ ലോങ് ഇൻറ്റിജേഴ്സ്. ഇനി printf എന്ന് പറഞ്ഞാൽ to be written from the computer into a standard output devices using library functions. library functions യൂസ് ചെയ്തിട്ട് ഔട്ട്പുട്ട് ഡിവൈസിലോട്ട് പ്രിന്റ് ചെയ്യാനാണ്. അതിൽ പിന്നെ നമുക്കുണ്ട് ഗെറ്റസ് ഉണ്ട്, പുട്ടസ് ഉണ്ട്. ഗെറ്റസ് എന്ന് പറഞ്ഞാൽ ഗെറ്റസും പുട്ടസും എന്താണ്, സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിലോട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഇനി ഒരു സി പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു സ്ട്രക്ചർ ആണ് #include stdio.h, #include conio.h, void main. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കാം. ഇനി get che എന്ന് പറഞ്ഞാൽ get the characters from the keyboard and echo it to the screen. സ്ക്രീനിലോട്ട് എക്കോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ get ch കൊടുത്തിട്ടുണ്ട്, get the characters from the keyboard but does not echo. get ch ആണ് നമ്മൾ കുറച്ച് യൂസ് ചെയ്യുന്നത്. get ch ആണ്, അത് നമുക്ക് എക്കോ ചെയ്തിട്ട് കിട്ടത്തില്ല. will not be displayed on the screen. The compiler do not wait for another character to be typed. ഇനി get char എന്ന് പറഞ്ഞാൽ use to get the characters from the keyboard. ഓക്കെ, അതിനാണ് get char യൂസ് ചെയ്യുന്നത്.
ഇനി നമുക്ക് ഒരു സിമ്പിൾ പ്രോഗ്രാം നോക്കാം. ഇതാണ് സം ഓഫ് ടു നമ്പേഴ്സ്. ടു നമ്പേഴ്സ് എങ്ങനെ കാണുന്നത്? ഇതിൽ നമുക്ക് ആദ്യം ആലോചിക്കുന്നത്, രണ്ട് നമ്പേഴ്സ് കാണണമെങ്കിൽ നമ്മുടെ ഇൻപുട്ടുകൾ എന്തായിരിക്കണം, നമുക്ക് എന്ത് ഔട്ട്പുട്ട് കിട്ടണം. നമുക്ക് ഇപ്പൊ 3 എന്ന് പറഞ്ഞ് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടണം. അപ്പൊ നമുക്ക് ഈ 3 എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്തെങ്കിൽ മാത്രമാണ് ഈ 3 എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ ഇൻപുട്സ് എന്തായിരിക്കണം? ഇൻപുട്സ് എന്ന് പറഞ്ഞാൽ എയും ബിയും ആയിരിക്കണം. അതുപോലെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സം എന്ന് പറയുന്ന ഒരു വാല്യൂയിലോട്ട് നമുക്ക് ഇതിനെ അസൈൻ ചെയ്ത് കൊടുക്കാം. സമ്മിന്റെ ഉള്ളിലുള്ള വാല്യൂ ആയിരിക്കണം എന്ത്? 3 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഹാഷ് ഇൻക്ലൂഡ് stdio-യും conio ഡോട്ടും വോയിഡ് മെയിനും ഈ ഒരു പാർട്ട് ഇത്രയും വരെ സെയിം ആണ് എല്ലാ പ്രോഗ്രാമിനും. ഓക്കെ, ഇവിടം വരെയുള്ള പാർട്ട് എല്ലാത്തിനും സെയിം. അപ്പൊ അതങ്ങ് പഠിച്ചു വെക്കാം. ഇനി ഇതിന്റെ ഉള്ളിലുള്ള ഈ ഒരു ഇത്തിരി പോർഷൻ മാത്രമാണ് നമ്മുടെ ഫംഗ്ഷൻ വരുന്നുള്ളൂ. ഈ ഫംഗ്ഷനിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ കമ്പ്യൂട്ടറിന് അറിയില്ലല്ലോ, എയും ബിയും സമ്മും എന്താണ്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇനീഷ്യലൈസ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് പ്രോസസ് ഈസ് ഇനീഷ്യലൈസേഷൻ. അപ്പൊ ഇനീഷ്യലൈസ് ചെയ്യണം ഇന്റ് എ ബിയും സമ്മും. ഇനി നമുക്ക് രണ്ട് വാല്യൂസ് എൻ്റർ ചെയ്യണമല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? പ്രിന്റ് എഫ് കൊടുത്തിട്ട് ജസ്റ്റ് നമുക്ക് സ്ക്രീനിൽ മനസ്സിലാവാൻ വേണ്ടി എൻ്റർ ദ ടു നമ്പേഴ്സ്, പ്രിന്റ് എഫ് എൻ്റർ ദ ടു നമ്പേഴ്സ്. ഇനി സ്കാൻഎഫിൽ കൊടുക്കണം എന്ത്? രണ്ട് വാല്യൂസ് ഉണ്ട്, ഒരു ഇന്റിജർ വാല്യൂ എ, ഒരു ഇന്റിജർ വാല്യൂ ബി. ഇത് രണ്ടും എന്ത് ചെയ്യണം? സ്കാൻഎഫിന്റെ ഒക്കെ സിൻടാക്സ് പഠിച്ചു നോക്കാം. ഡയറക്ട്ലി അതുപോലെ തന്നെ സിൻടാക്സ് പഠിച്ചു നോക്കാം. ഇനി നമുക്ക് പെർഫോം ചെയ്യുന്നത് സം ആണ്. ഇനി ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ എ പ്ലസ് ബി എന്ന് പറഞ്ഞ ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക? സമ്മിലോട്ട് സം എന്ന് പറഞ്ഞ പ്രിന്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ഈ ഒരു സം അല്ല, സോറി, ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ദാറ്റ് ഇസ് SUM ആണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, സം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പൊ ഈ ഒരു പ്രോഗ്രാം എല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് ഏരിയ ഓഫ് ദി സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ നോക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏരിയയും കാണണം. ഏരിയ ഓഫ് ദി സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ ഓഫ് ദി സർക്കിൾ ഇസ് പൈ ആർ സ്ക്വയർ. സർക്കംഫറൻസ് മീൻസ് 2πr. ഇതാണ് ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും പൈ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അതുപോലെ തന്നെ ആർ ആണ് ഇതിൽ വേരിയബിള്. പിന്നെ ഏരിയ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഏരിയ എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുക്കണം. അതുപോലെ സർക്കംഫറൻസ് CI എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പോർഷൻസ് ഒക്കെ സെയിം എഴുതാം. CH വരെ സെയിം എഴുതാം. ഇനി ഈ ഒരു നടുക്കത്തെ ഏരിയയിൽ ഫസ്റ്റ് നമ്മൾ ഫ്ലോട്ടിലാണ് മിക്കതും കൊടുക്കുക. കാരണം ഡെസിമൽസ് വരാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ ഫ്ലോട്ടിൽ കൊടുക്കുന്നത്. അപ്പൊ പൈന്റെ വാല്യൂ 3.14, ഏരിയ എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്. പിന്നെന്താണ് കൊടുത്തിട്ടുണ്ട്? CI എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇന്റില് റേഡിയസ് RAD എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് എന്ത് ചെയ്യുക? റേഡിയസ് വാങ്ങിക്കുക. റേഡിയസ് രണ്ടിനും കോമൺ ആണല്ലോ, അതുകൊണ്ട് റേഡിയസ് നമ്മൾ സ്കാൻ ചെയ്ത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഏരിയയുടെ ഇക്വേഷൻ ചെയ്ത ഏരിയ ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു rad1 എന്ന് പറഞ്ഞാൽ പൈ ഇൻറ്റു r. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, അതിനുശേഷം അതെന്ത് ചെയ്യുക? പ്രിന്റ് ചെയ്യുക ഏരിയയിലോട്ട്. പിന്നെ CI എന്ന് പറഞ്ഞിട്ട് 2πr എന്ന് പറയുന്നത് CI പ്രിന്റ് ചെയ്യുക. അപ്പൊ ഇത് രണ്ടുമാണ് ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻ. ഫസ്റ്റ് ഇനീഷ്യലൈസ് ചെയ്യുക, പിന്നെ റീഡ് ചെയ്യുക, പിന്നെ ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ പെർഫോം ചെയ്യുക ഓപ്പറേഷൻ, ദെൻ പ്രിന്റ്. ഇതാണ് ഒരു സ്റ്റെപ്പ്. ഇനീഷ്യലൈസ്, റീഡ്, ഓപ്പറേഷൻ ആൻഡ് പ്രിന്റ്. അത് ഓർത്തു വെക്കുക. എന്ത് പ്രോഗ്രാം എഴുതണമെങ്കിലും അറ്റ്ലീസ്റ്റ് ആ ഒരു ഇനീഷ്യലൈസേഷനും ഓപ്പറേഷനും ഒക്കെ എഴുതാൻ പറ്റണമെങ്കിൽ കുറച്ച് മാർക്കെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഏരിയ ഇസ് ഈക്വൽ, അടുത്തത് ഏരിയ ഓഫ് സ്ക്വയർ ആണ്. ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? സൈഡ് ഇൻറ്റു സൈഡ് ആണ് ഏരിയ എന്ന് പറയുന്നത്. S ഇൻറ്റു S. അപ്പൊ നമുക്ക് വേണ്ടതൊക്കെ ഇനി ചേഞ്ച് ചെയ്യാത്തതൊക്കെ അതുപോലെ തന്നെ കൊടുക്കുക. ഉള്ളിലുള്ള ഫംഗ്ഷനിൽ ഏരിയയും വാങ്ങിക്കണം, സൈഡും വാങ്ങിക്കണം, അല്ലെ? S രണ്ടും സെയിം ആണല്ലോ. അപ്പൊ ഇൻറ്റ് സൈഡും ഏരിയയും വാങ്ങിച്ചു. പിന്നെന്താണ്? റീഡ് ചെയ്യണേണ് എന്ത്? ഏരിയ ഓഫ് ദ ഒരു സൈഡ് വാങ്ങിച്ചാൽ മതി. അപ്പൊ സൈഡിലോട്ട് ഇത് റീഡ് ചെയ്തു. ഏരിയ ഇസ് ഈക്വൽ ടു ഓപ്പറേഷൻ പെർഫോം ചെയ്തു. അതുപോലെ തന്നെ ഏരിയ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്രിന്റ് ചെയ്തു, ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്തു. ഇനി ഒരു ഏരിയ ഓഫ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഇസ് ഹാഷ് ഇൻക്ലൂഡ് stdio.h. സോറി, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ കണ്ടുപിടിക്കാൻ ഹാഫ് b ഇൻറ്റു h ആണ് ഇക്വേഷൻ. ഹാഫ് b ഇൻറ്റു h ആണ്.
ഹാഫിന് നമുക്ക് 0.5 എന്ന് പറയാം. ബേസിന്റെ ഹൈറ്റ്, ബേസും വാങ്ങിക്കണം, ഹൈറ്റും വാങ്ങിക്കണം, പിന്നെ ഏരിയ എന്ന് പറഞ്ഞൊരു വാല്യൂ വാങ്ങിക്കണം. അപ്പൊ ഇനീഷ്യലൈസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ബേസും ഹൈറ്റും, ഫ്ലോട്ടിൽ ഏരിയ എന്ന് പറഞ്ഞിട്ടും ഇനീഷ്യലൈസ് ചെയ്യുക. ഫസ്റ്റ് എന്ത് വാങ്ങിക്കും? ബേസ് വാങ്ങിച്ച്, ഹൈറ്റ് വാങ്ങിച്ച്, അതുപോലെ തന്നെ ഓപ്പറേഷൻ എഴുതി. ഏരിയ ഇസ് ഈക്വൽ ടു, സോറി ഇവിടെ എഴുതിയിരിക്കുന്ന മിസ്റ്റേക്ക് ഉണ്ട്, ഞാനതൊന്ന് കറക്റ്റ് ചെയ്ത് എഴുതാം. ഏരിയ ഇസ് ഈക്വൽ ടു 0.5 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യുക. അതിനുശേഷം ഏരിയ എന്ത് ചെയ്യുക? പ്രിന്റ് ചെയ്യുക. ഇനി ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ കണ്ടുപിടിക്കുന്നത്? ഏരിയ ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ബി ആണ് ഇക്വേഷൻ. അപ്പൊ ഏരിയ വാങ്ങിക്കണം, ലെങ്ത് വാങ്ങിക്കണം, ബ്രെഡ്ത്ത് വാങ്ങിക്കണം. ഇതെല്ലാം വേരിയബിൾസ് ആണല്ലോ. അപ്പൊ നമ്മുടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ളതൊക്കെ അതുപോലെ തന്നെ എഴുതാം. ഈ വാങ്ങിക്കാനുള്ളത് എഴുതാം. ഏരിയ സൈഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, നമ്മുടെ ഏരിയക്ക് പകരം സൈഡ്. ഓക്കെ, ഫൈൻ. അവിടെ സൈഡ് കട്ട് ചെയ്തിട്ട് നിങ്ങൾ ഏരിയ തന്നെ യൂസ് ചെയ്താൽ മതി. ഓക്കെ, അതിനുശേഷം ലെങ്ത് വാങ്ങിച്ചു, ബ്രെഡ്ത്ത് വാങ്ങിച്ചു, ഓപ്പറേഷൻ ഏരിയ ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ബി പെർഫോം ചെയ്തു. അതുപോലെ തന്നെ ഏരിയയിലോട്ട് ആ ഒരു വാല്യൂ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി സ്വാപ്പിംഗ് ടു നമ്പേഴ്സ്. സ്വാപ്പിംഗ് ടു നമ്പേഴ്സിൽ നമുക്ക് മനസ്സിലാക്കുക എങ്ങനെയാണ് ഈ ഒരു സ്വാപ്പിംഗ് നടക്കുന്നത്. സ്വാപ്പിംഗ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഗെറ്റ് ചെയ്യുമ്പോൾ 1ഉം 2ഉം ഗെറ്റ് ചെയ്യുമ്പോൾ 1 and 2 എന്ന് പറഞ്ഞായിരിക്കും ഗെറ്റ് ചെയ്യുന്നത്. നമുക്ക് തിരിച്ച് ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യുമ്പോൾ 2ഉം 1 എന്ന് പറഞ്ഞായിരിക്കും കാണിക്കേണ്ടത്. അപ്പൊ ഇതിന് നമ്മൾ വെറുതെ ഒരു രണ്ട്, അപ്പൊ എയും ബിയും ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യുക. നമുക്കിത് പ്രിന്റ് ചെയ്യുമ്പോൾ എന്താ? ബിയും എയും ബിയും, എയുടെ വാല്യൂ 2ഉം ബിയുടെ വാല്യൂ 1ഉം ആയിരിക്കും. അപ്പൊ നമുക്ക് മൂന്നാമതൊരു വേരിയബിളും കൂടി വേണം, സി. സ്വാപ്പിംഗിൽ എപ്പോഴും ഒരു മൂന്നാമതൊരു വേരിയബിൾ എടുക്കുക. ഈ സി എടുത്തിട്ട് എന്ത് ചെയ്യുക? എന്റെ വാല്യൂ സിയിലോട്ട് കൊടുക്കുക. പിന്നെന്താ? എയുടെ വാല്യൂ ബിയുടെ വാല്യൂ എയിലോട്ട് കൊടുക്കുക. പിന്നെന്താ? ബിയുടെ വാല്യൂ സിയിലോട്ട് കൊടുക്കുക. സോ ഇങ്ങനെയാണ് സ്വാപ്പിംഗ് നടക്കുന്നത്. അപ്പൊ എയുടെ വാല്യൂ സിയിലോട്ട് പോകുമ്പോ നോക്കാം, എയുടെ വാല്യൂ സി. അപ്പൊ സിയുടെ ഇപ്പോഴത്തെ വാല്യൂ എന്താ? എയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ സിയുടെ വാല്യൂ മീൻസ് 1. ബിയുടെ വാല്യൂ ആണ് ഇപ്പൊ എ. ബിയുടെ വാല്യൂ മീൻസ് 2. എയുടെ വാല്യൂ അപ്പൊ എന്തായി? 2. ഇനി സിയുടെ വാല്യൂ ആണ് ബിക്ക്. ബിയുടെ വാല്യൂ എന്താ? സിയുടെ വാല്യൂ ഇസ് 1, ബിയുടെ വാല്യൂ 1. അപ്പൊ എയുടെ വാല്യൂ 2 ആൻഡ് ബിയുടെ വാല്യൂ 1. അപ്പൊ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഇവിടെ സി ആക്കണേ. അപ്പൊ നമുക്ക് എ ബി സി വാങ്ങിക്കണം, 2 നമ്പേഴ്സ് എയും ബിയും വാങ്ങിക്കണം. സി ഇസ് ഈക്വൽ ടു എ, ഇസ് ഈക്വൽ ടു ബി, ബി ഇസ് ഈക്വൽ ടു സി. ജസ്റ്റ് ഇത് പഠിച്ചു സ്വാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വാല്യൂസ് പറഞ്ഞാൽ 2ഉം 1ഉം ആയിരിക്കും. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി ഞാൻ പറഞ്ഞത് ഒന്നും കൂടി റിപ്പീറ്റ് അടിച്ച് കേട്ടോക്കാം, അപ്പൊ മനസ്സിലാവും. ഇനി സ്വാപ്പിംഗ് 2 നമ്പേഴ്സ് വിത്തൗട്ട് യൂസിങ് എ ടെമ്പററി വേരിയബിൾ. ഒരു ടെമ്പററി വേരിയബിൾ ഇല്ലാതെ എങ്ങനെയാണ് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നോക്കുന്നത്. ടെമ്പററി വേരിയബിൾ ഇല്ലാതെ നമുക്ക് ചെയ്യണമെങ്കിൽ അവിടെ അഡീഷൻ സബ്ട്രാക്ഷൻ ഓപ്പറേഷൻസ് കൊടുക്കണം. അപ്പൊ എയുടെ വാല്യൂ നമുക്ക് 1ഉം ബിയുടെ വാല്യൂ 2 ആയിട്ട് തന്നെ എടുക്കാം. അപ്പൊ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ പ്ലസ് ബി. എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി. ഈ ഒരു പോർഷൻ വെച്ചിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. എ പ്ലസ് ബി. അപ്പൊ എയുടെ വാല്യൂ മീൻസ് 1 plus 2 ദാറ്റ് ഇസ് 3. അടുത്തത് ബിയുടെ വാല്യൂ. ബി ഇസ് ഈക്വൽ ടു എ മൈനസ് ബി. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആയിട്ട് നമുക്ക് ഇപ്പൊ എടുക്കാം ജസ്റ്റ്. പിന്നെ എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എയുടെ വാല്യൂ ഇപ്പൊ 3, ബിയുടെ വാല്യൂ എന്താണ്? 1. അപ്പൊ എ 3 മൈനസ് 1 ദാറ്റ് ഇസ് 2. അപ്പൊ ബിയുടെ വാല്യൂ 1 ആയി, എയുടെ വാല്യൂ 2 ആയി. അപ്പൊ ഇതാണ് സ്വാപ്പിംഗിൽ നമ്മൾ ടെമ്പററി വേരിയബിൾ, ഒരു സി എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഇല്ലാതെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് നമ്മൾ അഡീഷൻ ചെയ്യണം, ബാക്കി 2 സ്റ്റെപ്പിൽ സബ്ട്രാക്ഷൻ ആണ് ചെയ്യേണ്ടത്. സോ എയുടെ വാല്യൂ മീൻസ് എന്തായിരിക്കും? എ പ്ലസ് ബി. ബിയുടെ വാല്യൂ ഇസ് എ മൈനസ് ബി. എയുടെ വാല്യൂ ഇസ് എ മൈനസ് ബി. ഓക്കെ, ബാക്കി നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ബാക്കി സംഭവങ്ങളൊക്കെ കൊടുക്കുക. ഇനീഷ്യലൈസ് ചെയ്യുക, വാല്യൂസ് രണ്ടും എൻ്റർ ചെയ്യുക, പിന്നെ വാല്യൂസ് രണ്ടും പ്രിന്റ് ചെയ്യുക. ഇനി നമുക്ക് നോക്കേണ്ടത് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇതുവരെ നമ്മുടെ ഒരു ഹാഫ് മോഡ്യൂളേ ആയിട്ടുള്ളൂ, ഇനി ഒരു ഹാഫ് മോഡ്യൂളും കൂടി ഉണ്ട്. അപ്പൊ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിന്റെ ഫ്ലോ ഓഫ് എക്സിക്യൂഷനെ ഹെൽപ്പ് ചെയ്യുന്നതാണിത്.
control statements. About 3 types of control statements are conditional or branching statements, looping statements, jumping statements. About conditional statements are if else, nested if else if, switch. The looping in use for loop, while loop, do while. Jumping in use go to, break, continue, return. Okay, അപ്പോൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഫസ്റ്റ് വൺ ഇഫ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇഫ് സ്റ്റേറ്റ്മെന്റ് ഹെൽപ്പ് us to make the decision. നമുക്ക് ഇവിടെ ഇഫ് ഒരു കണ്ടീഷൻ കൊടുക്കുക, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ ഇതിന്റെ അകത്തുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് ഇഫ് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുക. അപ്പൊ ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതിന്റെ അകത്തോട്ട് വരും, ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും? അതിന്റെ പുറത്തുള്ള ഒരു ഫംഗ്ഷനിലോട്ട് അത് പോകും. അപ്പൊ ഇഫ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് സിംഗിൾ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യാനും ഇഫ് സ്റ്റേറ്റ്മെന്റ് ഹെൽപ്പ് ചെയ്യും. ലൈക്ക് ഇഫ് വെച്ചിട്ട് നമുക്ക് സിംഗിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സും എക്സിക്യൂട്ട് ചെയ്യാം. അപ്പൊ ഇതൊരു പ്രോഗ്രാം ആണ് ഇഫ് വെച്ചിട്ടുള്ള. നമുക്ക് എന്റർ 2 നമ്പേഴ്സ്, ഇത് നമ്മുടെ വോയിഡ് മെയിൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. 2 വേരിയബിൾസ് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്, എയും ബിയും. എന്റർ ദ 2 നമ്പേഴ്സ്, സ്കാനിഫിൽ ഈ 2 വാല്യൂസും കയറ്റി. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇഫ് എ ഇസ് ഗ്രേറ്റർ ദാൻ ബി. ഇഫ് എയും ബിനേലും വലുതാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? പ്രിന്റ് എ ഇസ് ഗ്രേറ്റർ ദാൻ ബി. അപ്പൊ ഇപ്പൊ എയുടെ വാല്യൂ എന്ത് ചെയ്യും? 5ഉം ബിയുടെ വാല്യൂ 6ഉം ആണ് കൊടുത്തേക്ക്. ഇത് എന്ത് പറയും? ഈ കണ്ടീഷൻ ഫോൾസ് അല്ലേ? 5 is greater than 6 കറക്റ്റ് ആണോ? ഇല്ല. അപ്പൊ ഇതൊരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇത് എന്ത് ചെയ്യും? ഇത് ഫോൾസ് കണ്ടീഷനിലോട്ട് പോകും. ഓക്കെ, അപ്പൊ ഇൻ കേസ് ഇപ്പൊ എയുടെ വാല്യൂ 5ഉം ബിയുടെ വാല്യൂ ഇപ്പൊ 4ഉം ആണെന്നായിരിക്കും. അപ്പൊ 5 is greater than 4. യെസ്, കറക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിലാണ് ഈ ഒരു ബ്രാഞ്ചിന്റെ ഉള്ളിൽ കയറുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അകത്ത് കയറുള്ളൂ. ഇഫ് എ ഇസ് ലെസ് if b is greater than a, അപ്പൊ നമ്മൾ നേരത്തെ കൊടുത്തിട്ട് a is 5 and b is 6 എന്ന് പറയുന്നത് ഈ കണ്ടീഷൻ കറക്റ്റ് ആണല്ലോ. അപ്പൊ ആ കണ്ടീഷൻ അവിടെ എക്സിക്യൂട്ട് ചെയ്യാം, ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാം. b is greater than a. ഇനി രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്ത് ചെയ്യും? ഈ ഒരു കണ്ടീഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഗെറ്റ്സ് വെച്ച്. ഇനി ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് എന്താ ചെയ്യുക? ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, അല്ലാതെ ഒരു എൽസ് പാർട്ടും കൂടി ഉണ്ടാവും. അപ്പൊ ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇത് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു പ്രോഗ്രാമില് ചെക്ക് വെദർ 2 നമ്പർ ഇസ് ഓഡ് ഓർ ഗിവൻ നമ്പർ ഇസ് ഓഡ് ഓർ ഓഡ് ആണോ ഇവൻ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഓഡ് ആണോ ഇവൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ലോജിക് ഇസ് ലൈക്ക് നമ്പർ മോഡുലസ് 2 equal to 0 ആണ്. ഇതാണ് ഇവൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ. ഓക്കെ, അപ്പൊ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അത് എന്താണ്? ഇവൻ ആണ്. ഫോൾസ് ആണെങ്കിൽ എന്താണ്? ഫോൾസ് ആണെങ്കിൽ ഓഡ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വോയിഡ് മെയിൻ ഒക്കെ കൊടുക്കാം, ഒരു നമ്പർ വാങ്ങിക്കാം, ആ നമ്പർ ഇവിടെ ഇനി എൻ്റർ ചെയ്യിക്കാം. അതിനുശേഷം ഇഫ് നമ്പർ മോഡുലസ് 2 is equal to 0 ആണെന്ന് നോക്കാം. ആണെങ്കിൽ ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ ഉള്ളിൽ പോകും. ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ ഉള്ളിൽ എന്താണ്? ഇറ്റ് ഇസ് എ ഈവൻ നമ്പർ. എൽസ് അത് ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ എന്ത് ചെയ്യും? ഇതിന്റെ അകത്ത് കയറും? ഇല്ല, ഇതിന്റെ അകത്ത് കയറാണ്ട് അത് ജമ്പ് ചെയ്ത് ഇങ്ങാട് വരുമ്പോൾ ഇത് മനസ്സിലാവുന്നത് ഒരു ഓഡ് നമ്പർ ആണ് എന്ന് മനസ്സിലാവും. ഇനി നെസ്റ്റഡ് ഇഫ് എൽസ് ആണ് ഉള്ളത്. നെസ്റ്റഡ് ഇഫ് എൽസ് എന്ന് പറഞ്ഞാൽ ഒരു ഇഫ് എൽസിന്റെ ഉള്ളില് ഒരു ഇഫ് കണ്ടീഷന്റെ അകത്ത് വേറൊരു ഇഫ് കണ്ടീഷൻ വരുന്നതാണ്, വേറെ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇഫ് കണ്ടീഷൻസ് വരുന്നതിനാണ് എന്ത് പറയുന്നത്? മൾട്ടിപ്പിൾ ഇഫ് നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇഫ് കണ്ടീഷൻ ഒന്നുണ്ട്, അത് ഫോൾസ് ആണെങ്കിൽ ഇങ്ങോട്ട് വരും. അതിന്റെ അകത്തുള്ള കണ്ടീഷൻ ലൈക്ക് ട്രൂ ആണെങ്കിൽ അതിന്റെ അകത്തുള്ള ഇഫ് കണ്ടീഷന്റെ അകത്ത് പോകും. ആ കണ്ടീഷൻ ലൈക്ക് ട്രൂ ആണെങ്കിൽ അതിന്റെ അകത്തുള്ള ഇഫ് കണ്ടീഷനിൽ പോകും. ആ ഒരു കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നേരത്തെ എൽസിലോട്ട് പോകും. ഇങ്ങനെ കിടന്നൊരു മൾട്ടിപ്പിൾ ഇഫ് കണ്ടീഷൻസ് ഉള്ളിൽ വരുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിൽ പറഞ്ഞേക്കുന്നത് ഗ്രേറ്റസ്റ്റ് എമംഗ് 3 നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണ് ഈ ഒരു പ്രോഗ്രാം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് 3 നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ 3 നമ്പേഴ്സ് എൻ്റർ ചെയ്യണം, num1, num2, num3. അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കണം num1 എന്ന് പറയുന്നത് ഇസ് ഗ്രേറ്റർ ദാൻ num2 ആണോ അല്ലെ? ഇഫ് അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഏതാണ് വലുത്? num1 ആണ് വലുത് അല്ലെ? ഇനി num1 ആണ് വലുത്. ഇനി അതിന്റെ അകത്ത് ഇഫ് num1 ഒന്നും കൂടി ചെക്ക് ചെയ്യണമല്ലോ. num1 is greater than num3 ആണോ? അങ്ങനെയാണെങ്കിലും എന്താണ് വലുത്? num1 ആണ് വലുത്. ഇവിടെ എൽസ് വന്നത് എന്തായിരിക്കും?
എൽസ് വരുന്നത് എന്തായിരിക്കും? എൽസ് ആരായിരിക്കും ഗ്രേറ്റർ? നം നം1 is greater. എൽസ് വരുന്നത് ആരായിരിക്കും? ഇവിടുത്തെ എൽസ് വരുന്നത് ഇവിടെയാണ്. എൽസ് നം3 is greater ആണ് വരെ. ഓക്കെ, നം3 ആണ് ഗ്രേറ്റർ. ഇനി ഇതിന്റെ ഒരു എൽസ് പാർട്ട് ഉണ്ടാവുമല്ലോ. ഇതിന്റെ ഒരു എൽസ് പാർട്ടില് ഇവിടെ നം1 ഗ്രേറ്റർ ആണെന്നുള്ളത് ഇവിടെ തന്നെ പ്രൂവ് ചെയ്യും. അപ്പൊ നമുക്ക് റീപ്ലേസ് ചെയ്യണ്ട. ഇനി ഇവിടെ ഒരു എൽസ് പാർട്ട് ഉണ്ട്. ഈ എൽസ് പാർട്ടിൽ ആരായിരിക്കും ഗ്രേറ്റർ? നം2 ആയിരിക്കും. എൽസ് ആണെങ്കിൽ അതിന്റെ അകത്ത് ഒരു ഇഫ് കൊടുക്കണം. ഇഫ് കൊടുത്തിട്ട് നം2 is greater than നം3 ആണോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആരാണ് വലുത്? ആണെങ്കിൽ നം2 ആണ് വലുത്, എൽസ് നം3 ആണ് വലുത്, അല്ലെ? അതാണ് നമ്മളൊരു പ്രോഗ്രാം. ഓക്കെ, അപ്പൊ ആ ഒരു കണ്ടീഷൻസ് കറക്റ്റ് ആയിട്ട് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് എഴുതിയാൽ മതി. വേറെ പേടിക്കാനുള്ളത് അതിൻ്റെ അകത്തില്ല. ഇനി എൽസ് ഇഫ് ആണ്. എൽസ് ഇഫ് എന്ന് പറഞ്ഞാൽ when we want to select one option out of the one, only if then we want to select one out of the two, we use else if. രണ്ടെണ്ണത്തിന് ചൂസ് ചെയ്യണമെങ്കിൽ else if യൂസ് ചെയ്യണം, if else യൂസ് ചെയ്യണം. If we want to select one option from the many, that is else if. കുറെ ഓപ്ഷൻസ് ചൂസ് ചെയ്യണമെങ്കിൽ ഇഫ് എൽസ് യൂസ് ചെയ്യുന്നത്, ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യണമെങ്കിൽ എൽസ് ഇഫ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ കണ്ടീഷൻ 1 കൊടുത്തിട്ടുണ്ട്, അത് ട്രൂ ആണെങ്കിൽ ഇത്, എൽസ് ഇഫ് ആണെങ്കിൽ വീണ്ടും ഒരു ഇഫ് കണ്ടീഷൻ വരുന്നതാണ് ഇത്, വീണ്ടും ഒരു ഇഫ് കണ്ടീഷൻ വരികയാണെങ്കിൽ എൽസ് ഇഫ്. എൽസ് അല്ല, എൽസ് ഇഫ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് വരുന്നത്. ഇനി ഒരു ഗ്രേഡിംഗ് ബേസ്ഡ് ഓൺ പെർസെന്റേജ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്കൊരു മാർക്ക് വേണം. മാർക്ക് വേണമെങ്കിൽ ഇഫ് മാർക്കിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 80 അല്ലെങ്കിൽ ലെസ് ദാൻ 100 ആണ് എങ്കിൽ എന്തായിരിക്കും? ഗ്രേഡ് എ ആണ്. ഇല്ലെങ്കിൽ എന്താണ്? ഇല്ലെങ്കിൽ മാർക്ക് 60നും 80നും ഇടയിലാണെങ്കിൽ ഗ്രേഡ് ബി ആണ്. അല്ലെങ്കിൽ മാർക്ക് 40യുടെയും 60യുടെ ഇടയിലാണെങ്കിൽ ഗ്രേഡ് സി ആണ്. എൽസ് 0ക്കും 40ക്കും ഇടയിലാണെങ്കിൽ ഡി ആണ്. അതിനുശേഷം എന്ത് കൊടുക്കാൻ പാടുള്ളൂ? എൽസ്. എൽസ് ഇതൊന്നും അല്ലാത്ത മാർക്ക് ആണെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്ത മാർക്ക് റോങ് ആണ്. അപ്പൊ ഇവിടെ എങ്ങനെ ചോദിച്ചത്? 80 to 100 ആണെങ്കിൽ നമ്മൾ എ ഗ്രേഡ് കൊടുക്കണം, 60 to 80 ആണെങ്കിൽ നമ്മൾ ബി ഗ്രേഡ് കൊടുക്കണം, അതുപോലെ 40 to 60 ആണെങ്കിൽ നമ്മൾ സി ഗ്രേഡ് കൊടുക്കണം, അതുപോലെ 0 to 40 ആണെങ്കിൽ നമ്മൾ ഡി ഗ്രേഡ് കൊടുക്കണം. എൽസ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മാർക്ക് റോങ് ആണെന്ന് കൊടുക്കണം. മാർക്ക് റോങ്, ഈ ഒരു വാല്യൂ അല്ലെങ്കിൽ റോങ് ആണ്, അപ്പൊ നെഗറ്റീവ്. അപ്പൊ ഇതിന് ഓരോന്നിനും ഇഫ് കൊടുത്തിട്ട് ചെക്ക് ചെയ്യണം. ഇഫ് ഇത് രണ്ടും ഇതിന്റെ ഇടയിലാണോ, അതിന്റെ ഇടയിലാണോ എന്ന് ചെക്ക് ചെയ്യാൻ ഒരു കണ്ടീഷണൽ ഓപ്പറേഷൻ ആണ് യൂസ് ചെയ്യുന്നത്, ആൻഡ്. ഇനി അല്ലെങ്കിൽ എൽസ് ഇഫ് ഇതാണോ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? പ്രിന്റ് ബി. ഇനി എൽസ് ഇഫ് ഇതാണോ, ഇതാണെങ്കിൽ സി. ഇനി എൽസ് ഇഫ് 0 to 40 ആണെങ്കിൽ പ്രിന്റ് ടി. ഇതാണ് അതിന്റെ ഉള്ളിലുള്ള ഒരു ലോജിക് വർക്കിംഗ്. ഇനി സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ആണ് അടുത്തത് പറയുന്നത്. സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഇസ് യൂസ് ടു സെലക്ട് ചോയ്സ് ഔട്ട് ഓഫ് മെനി അവൈലബിൾ ചോയ്സസ്. അപ്പൊ നമുക്ക് സ്വിച്ചിന് സിന്റാക്സ് പഠിക്കുക, സ്വിച്ച് ഇമ്പോർട്ടന്റ് ആണ്. സ്വിച്ചില് എക്സ്പ്രഷൻ കൊടുക്കുക. കേസ് 1 ആണെങ്കിൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക, ബ്രേക്ക് കൊടുക്കും. ബ്രേക്ക് കൊടുക്കുമ്പോൾ അവിടെ വെച്ച പ്രോഗ്രാം നിൽക്കും, പിന്നെ ഇതൊന്നും എക്സിക്യൂട്ട് ചെയ്യില്ല. കേസ് 2 ആണെങ്കിൽ അത് നോക്കും, ബ്രേക്ക് ചെയ്യും. കേസ് 3 ആണെങ്കിൽ അത് നോക്കും. ഡീഫോൾട്ട് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് കൊടുക്കാം. അപ്പൊ ഇതാണ് എന്ത് കൊടുക്കുന്നത്? നമ്മുടെ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. പിന്നെ അതിൽ കോളൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. നമുക്ക് പ്രോഗ്രാമിലോട്ട് ഡയറക്റ്റ് നോക്കാം. ടു ഡിസ്പ്ലേ ദ ഡേ നെയിം അഗെയിൻസ്റ്റ് ദ നെയിം എന്റർഡ് ബൈ ദ യൂസർ. അപ്പൊ ഇതിൽ നമ്മൾ മൺഡേ ആണോ സൺഡേ ആണോ 1 to 7 കൊടുക്കുന്നുണ്ട്. 1 2 3 4 5 6 7. അപ്പൊ 1 ആണെങ്കിൽ സൺഡേ എന്ന് പ്രിന്റ് ചെയ്യും. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. അപ്പൊ നമ്മൾ യൂസറിന്റെ അടുത്ത് ചോദിക്കണതാണ് നിങ്ങൾക്ക് ഏത് നമ്പർ വേണം എന്ന് ചോദിക്കും. അപ്പൊ ഇവിടെ യൂസർ പറയണമെങ്കിൽ 2 മതി. 2 മതി എന്ന് പറയുമ്പോൾ എന്ത് മാത്രം പ്രിന്റ് ചെയ്യാൻ പാടുള്ളൂ? മൺഡേ മാത്രം പ്രിന്റ് ചെയ്യാൻ പാടുള്ളൂ. 4 എന്നാണ് യൂസർ പറയണമെങ്കിൽ എന്ത് മാത്രം പ്രിന്റ് ചെയ്യാൻ പാടുള്ളൂ? വെനസ്ഡേ മാത്രം. അങ്ങനത്തെ പ്രോബ്ലംസിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ വോയിഡ് മെയിൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇന്റ് n എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഈ എന്നിലോട്ടാണ് നമ്മൾ ഈ നമ്പേഴ്സ് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, 1 to 7 വരെയുള്ള നമ്പേഴ്സ് എൻ്റർ ചെയ്യും. ഈ സ്വിച്ച് കണ്ടീഷനുള്ളിൽ നമ്മൾ വാങ്ങിയ എന്ത് ലെറ്റർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ആ ലെറ്റർ തന്നെ അല്ലെങ്കിൽ ആ വേരിയബിൾ തന്നെ ഇവിടെ കൊടുക്കാം.
ഇനി കേസ് 1 ആണെങ്കിൽ കേസ് 2 കേസ് 3 ഇത് നമ്മൾ പോലെ എടുക്കാം. അങ്ങനെ പ്രിന്റ് എന്താണ് സൺഡേ ബ്രേക്ക്, മൺഡേ ബ്രേക്ക്, ട്യൂസ്ഡേ ബ്രേക്ക്. അപ്പൊ 1 ആണെങ്കിൽ എന്ത് ചെയ്യും, സൺഡേ മാത്രം പ്രിന്റ് ചെയ്യുള്ളൂ നോക്കും. 1 ആരാണുള്ളത്, സൺഡേ, അപ്പൊ സൺഡേ പ്രിന്റ് ചെയ്തു, വേറെ ഒന്നും പ്രിന്റ് ചെയ്തു. 6 ആണെങ്കിൽ ഫ്രൈഡേ പ്രിന്റ് ചെയ്തു, വേറെ ഒന്നും പ്രിന്റ് ചെയ്യില്ല. പിന്നെ അതുപോലെ ഡിഫോൾട്ട് ആയിട്ട് എന്താണ് നിങ്ങൾ പ്രിന്റ് റോങ് ഓപ്ഷൻ ആണ് ചൂസ് ചെയ്തത് കൊടുത്താൽ. ഇനി ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് അടുത്തത്. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്തിനു വേണ്ടിയിട്ടാണ്, ടു എക്സിക്യൂട്ട് ദ സ്റ്റേറ്റ്മെന്റ് n നമ്പർ ഓഫ് ടൈംസ്. n നമ്പർ ഓഫ് ടൈംസിൽ ലൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊടുക്കുന്നത്, നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യും, കോഡ് അഗെയിൻ ആൻഡ് അഗെയിൻ റൈറ്റ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യും. ഇറ്റ് ഹെൽപ്സ് ദ നമ്പർ ഓഫ് ടൈംസ് വി റിപ്പീറ്റ് എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് കണ്ടെയ്ൻസ് ദ സെയിം സ്റ്റേറ്റ്മെന്റ് വി നീഡ് ടു റിപ്പീറ്റ്. അപ്പൊ അതിൽ എൻട്രി കൺട്രോൾ ലൂപ്പ് ഉണ്ട്, എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് ഉണ്ട്. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് അത് പഠിക്കാം. എൻട്രി കൺട്രോൾ ലൂപ്പ് ആണ് വൈൽ ലൂപ്പ്, എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് ആണ് ഡു വൈൽ ലൂപ്പ്. അപ്പൊ എൻട്രി കൺട്രോൾ ലൂപ്പ് മീൻസ് വി മെൻ ദ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ദ ലൂപ്പ് preceded by the body of the loop. Exit control loop means the control statement of the loop comes after the body of the loop. അത് നമുക്ക് കണ്ട് മനസ്സിലാക്കുക എങ്ങനെയാണ്. അപ്പൊ ഇതില് while കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, പിന്നെയാണ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ while കണ്ടീഷൻ ചെക്ക് ചെയ്യും, എന്നിട്ടാണ് സ്റ്റേറ്റ്മെന്റ്. എക്സിറ്റ് കൺട്രോളിൽ എങ്ങനെയാണെന്ന് നോക്കിക്കേ. എക്സിറ്റ് കൺട്രോളില് നേരെ സ്റ്റേറ്റ്മെന്റ്, അതിനുശേഷം കണ്ടീഷൻ, അതിനുശേഷമാണ് ഫോൾസ് ട്രൂ ആണെന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ എൻട്രി കൺട്രോൾ ലൂപ്പിൽ എൻറ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, കണ്ടീഷൻസ് ചെക്ക് ചെയ്യും. ടെസ്റ്റ് ദ കണ്ടീഷൻ ഇവാലുവേറ്റ്. ഇഫ് ഇറ്റ് ഇസ് ട്രൂ, ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദ ലൂപ്പിലോട്ട് പോകും, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഔട്ട് ഓഫ് ദ ലൂപ്പ് എൻറ്റർ ചെയ്യും. ഓക്കെ. ഇപ്പൊ a equal to 10 while a not equal to 0, printf a minus 1 പ്രിന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും a 0 ആണോ എന്ന് ചെക്ക് ചെയ്യും. a 0 ആണോ, അല്ല. അപ്പൊ a 0 അല്ലാത്തത് കൊണ്ട് ഫസ്റ്റ് എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്യും. അപ്പൊ 10 പ്രിന്റ് ചെയ്യും. പിന്നെ a മൈനസ് അപ്പൊ 1 മൈനസ് ചെയ്യും, വീണ്ടും ചെക്ക് ചെയ്യും 9 ആണോ, 9 അല്ല. അപ്പൊ 9 പ്രിന്റ് ചെയ്യും. 9 മൈനസ് 1 8 ആണോ, 8 ഈക്വൽ ടു 0 ആണോ നോക്കും, ഇല്ല. അപ്പൊ 8 പ്രിന്റ് ചെയ്യും. പിന്നെ 7 ആണോ, 6 ആണോ, 5 3 2 1. 0 എത്തുമ്പോൾ a മൈനസ് 0 എത്തുമ്പോൾ ഇവിടെ ചെക്ക് ചെയ്യും 0 നോട്ട് ഈക്വൽ ടു 0 ആണോ, അല്ല. അപ്പൊ അവിടെ വെച്ച് എന്ത് ചെയ്യും, ഈ ഒരു ലൂപ്പിന് എക്സിറ്റ് ആവും. അപ്പൊ വൈൽ എത്ര നമ്പർ ഓഫ് ടൈംസ് ആണെന്നുള്ളത് നോക്കണം. ഇനി ഹലോ വേൾഡ് നമ്പർ ഓഫ് ടൈംസ് യൂസർ വൺ. അപ്പൊ യൂസർ ഒരു എന്നിന് 5 കൊടുക്കുകയാണെങ്കിൽ 5 പ്രാവശ്യം എന്ത് ചെയ്യണം, എനിക്ക് ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യണം. അതാണ് കണ്ടീഷൻ. അപ്പൊ ഇവിടെ നമ്മൾ വോയിഡ് മെയിൻ char is equal to y while ch equal to yes. യെസ് എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്, ഇപ്പൊ എന്നല്ല എന്ന് പറഞ്ഞാൽ യെസ് ഓർ നോ. യെസ് ആണെങ്കിൽ എന്ത് ചെയ്യാം, ക്യാരക്ടർ യെസ് എന്ന് പറഞ്ഞാണ് കൊടുക്കണമെങ്കിൽ പ്രിന്റ്. അപ്പൊ while ch is equal to yes then print. വീണ്ടും ചോദിക്കാം, do you want to print again? print again എന്ന് പറഞ്ഞാൽ ch ന്റെ വാല്യൂ എന്ത് ചെയ്യാം, വീണ്ടും സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്യുമ്പോൾ what do you want എന്നുള്ളത് ചോദിക്കാം. അപ്പൊ എന്താ ചെയ്യുക, നോ ആണെങ്കിൽ അവിടെ വെച്ച് ബ്രേക്ക് ചെയ്യുക. വീണ്ടും അത് തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. യെസ് ആണെങ്കിൽ വീണ്ടും ഈ വൈൽ ലൂപ്പിന്റെ ഉള്ളിൽ പോയിട്ട് പെർഫോം ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി ഡു വൈൽ ലൂപ്പ് എന്ത് ചെയ്യും, ഫസ്റ്റ് കണ്ടീഷൻ എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. ഈ ഇതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഡയറക്റ്റ് ലൂപ്പിന്റെ അകത്തോട്ട് പോയില്ലേ, കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്ടും നമുക്ക് വൈൽ ലൂപ്പിന്റെ അകത്തോട്ട് പോവാം. ഇനി ഡു വൈൽ ലൂപ്പില് ചെക്ക് ദ കണ്ടീഷൻ ദെൻ എക്സിക്യൂട്ട് ദ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യും, കണ്ടീഷൻ നോക്കും, അതിനുശേഷമാണ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പൊ ഇഫ് ദ ഫസ്റ്റ് ടൈം തന്നെ ലൂപ്പിന്റെ ഉള്ള ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അത് അപ്പൊ തന്നെ ടെർമിനേറ്റ് ചെയ്യും. അറ്റ്ലീസ്റ്റ് വൺസ് ആൻഡ് ദെൻ ചെക്ക്. അപ്പൊ സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും അത് പോയിട്ട് ചെക്ക് ചെയ്യും. അപ്പൊ ഡു നോക്കും, എന്നിട്ട് വൈൽ നോക്കിയിട്ടാണ് ഡു വൈൽ ലൂപ്പ് പെർഫോം ചെയ്യുക. അപ്പൊ ഈ ഒരു എക്സ്പ്ലനേഷൻ പഠിച്ചു വെക്കുക എങ്ങനെയാണ്. If the condition is true, the program continue to evaluate the body of the loop. Once again, the process continues as long as the condition is true. When the condition becomes false, it will go out of the loop. Okay. അപ്പൊ ഇത് വൈലും ഡു വൈലും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഡു വൈൽ a is equal to 5 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഡു വൈൽ. അപ്പൊ 5 ആണോന്ന് ഡു നോക്കും, പ്രിന്റ് a. അപ്പൊ a പ്രിന്റ് ചെയ്യും 5. a plus 1 6 ആണോ, ഇനി അത് ചെക്ക് ചെയ്യും a വലുതാണോ. a is like 6 ആണ്, ഇപ്പൊ 6 is greater than 5 and it is less than 10. അങ്ങനെയാണെങ്കിൽ നേരെ വീണ്ടും ആ ലൂപ്പിന്റെ അകത്ത് പോവും.
ലൂപ്പിന്റെ അകത്ത് പോയിട്ട് അടുത്തത് പ്രിന്റ് ചെയ്യും. ലൈക്ക് ഇപ്പൊ 6 ആണ് വാല്യൂ, 6 പ്രിന്റ് ചെയ്യും. വീണ്ടും വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും 7 ആയിട്ട്. അപ്പൊ ഇവിടെ എന്താ ചെയ്യാ, ഫസ്റ്റ് ലൂപ്പിന്റെ അകത്ത് പോകും, ലൂപ്പിൽ പോയിട്ട് ദെൻ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇനി ഇവിടെ ആണെങ്കിൽ എന്ത് ചെയ്യും, ഫസ്റ്റ് തന്നെ കണ്ടീഷൻ ആണ് ഉണ്ടാവുക. ഫസ്റ്റ് തന്നെ കണ്ടീഷൻ എ ഇസ് ഗ്രേറ്റർ ദാൻ 5 ആണോ, അല്ല എ ഇസ് ഈക്വൽ ടു 5 ആണ്. അപ്പൊ തന്നെ ലൂപ്പിൽ കയറാൻ പറ്റും, ഇല്ല. അപ്പൊ ലൂപ്പിൽ കയറല് തന്നെ ഇതിലെ ടാസ്ക് ആണ്. വൈലില് ഇവിടെ അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും ലൂപ്പിൽ കയറാൻ പറ്റും. ഓക്കെ, ടു വൈലില്. ഇനി ഹലോ വേൾഡ് നമ്പർ ഓഫ് ടൈംസ് യൂസർ വാണ്ട്, അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈ വെച്ചിട്ട് വാങ്ങിക്കലാണ് ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത പ്രോബ്ലം ആണ്. പക്ഷെ ഇത് ഡു വൈൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡു വൈലിൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എന്തായാലും ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യും, അതിന് ശേഷമാണ് യെസ് ആണോ നോ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുള്ളൂ. ഇനി അടുത്തത് ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പ് എന്തിനു വേണ്ടിയിട്ടാണ്, ഐറ്ററേറ്റീവ് ലൂപ്പാണ്, അതൊരു എൻട്രി കൺട്രോൾ ലൂപ്പാണ് ചെയ്യുക. അപ്പൊ ഫോർ ഇനീഷ്യലൈസേഷൻ, കണ്ടീഷൻ, ഇൻക്രിമെന്റ് ആണോ ഡിക്രിമെന്റ് ആണോ എന്ന് ഉള്ളത് കൊടുക്കുക, അതിന്റെ അകത്ത് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇനീഷ്യലൈസേഷൻ, കണ്ടീഷൻ, സ്റ്റേറ്റ്മെന്റ്, ഇൻക്രിമെന്റ് ആണോ ഡിക്രിമെന്റ് ആണോ. ഈ ഒരു ഫ്ലോ ചാർട്ട് ഒക്കെ നിങ്ങൾ ചോദിക്കുമ്പോൾ വരയ്ക്കുന്നത് ഭയങ്കര നല്ലതാണ്, മാർക്സ് സ്കോർ ചെയ്യാൻ കുറച്ചുകൂടി നന്നായിട്ട് പറ്റും. ഓക്കെ, ഇനി അതിൽ തന്നെ നമുക്ക് ഒരു പ്രോഗ്രാം നോക്കാം. അപ്പൊ ഡിസ്പ്ലേ ടു ആഡ് ദ ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ള പ്രോഗ്രാം ആണ്. അപ്പൊ n ഒരു n എന്ന് പറഞ്ഞപ്പോ ഞാൻ 5 ആണ് കൊടുക്കുന്നത്. ഫസ്റ്റത്തെ ആദ്യത്തെ 5 ഓഡ് നമ്പേഴ്സ് ആണ് എന്ത് ചെയ്യുക, ആഡ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾക്ക് നോക്കണം ഓഡ് നമ്പർ ആണോ എന്നുള്ള ഒരു കണ്ടീഷൻ നോക്കണം, അതുപോലെ തന്നെ ഇൻക്രിമെന്റ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാം. ഫസ്റ്റ് ഓഡ് നമ്പർ ഏതാണ്, 1 ആണ്. അപ്പൊ 1 ആണ്. അടുത്ത ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ കഴിഞ്ഞിട്ടാണ് വരുന്നത്, ഒരു നമ്പർ കഴിഞ്ഞിട്ടാണ് വരുന്നത്, അല്ലെ, അല്ല 2 നമ്പർ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ i പ്ലസ് 1 പ്ലസ് 1 മീൻസ് 2. അപ്പൊ i പ്ലസ് 2 ആണ് ചെയ്യേണ്ടത്. 1 പ്ലസ് 2 ആണ് നമുക്ക് അടുത്ത ഓഡ് നമ്പർ കിട്ടുള്ളൂ. അതുപോലെ തന്നെ i പ്ലസ് 2 ആണ് അടുത്ത ഓഡ് നമ്പർ. 3 ആണ് ഇവിടെ ആണെങ്കിൽ 3 4 5 അല്ലെ, അടുത്ത ഓഡ് നമ്പർ കിട്ടുള്ളൂ. അത് എത്ര പ്രാവശ്യം, ഇപ്പൊ n is equal to 3 ആണെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ 3 തവണ പ്രിന്റ് ചെയ്യും, എന്നാലാണ് നമുക്ക് 1 3 5 കിട്ടത്തുള്ളൂ. അപ്പൊ എന്നിന്റെ വാല്യൂ എൻ്റർ ചെയ്യാൻ വേണ്ടി ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പൊ n വാങ്ങിക്കാം, n വാങ്ങിച്ചിട്ടുണ്ട്. അതിനുശേഷം ഫോർ ലൂപ്പ് കൊടുക്കുക. ഫോർ ലൂപ്പിന്റെ അകത്ത് ഇഫ് i is equal to 1, അതുപോലെ തന്നെ ചെക്ക് ചെയ്യുക i n-നേക്കാളും കൂടുതലാണോ. i n-നേക്കാളും കൂടുതലാണോ, 1 ആണ്, അല്ല 1 ആണ്. അതിന്റെ വാല്യൂ 1 is less than or equal to n. അത് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, i പ്ലസ് 2. അതിന്റെ വാല്യൂ എപ്പോ n-നേക്കാളും കൂടുതലാവുന്നു അപ്പൊ നിർത്തണം നമ്മുടെ അതിന്റെ വാല്യൂ. ഓക്കെ, n-നേക്കാളും കൂടുതലാവുന്ന ടൈമിൽ നിർത്തണം. അപ്പൊ 1 മുതൽ സ്റ്റാർട്ട് ചെയ്തോളാണ് പറഞ്ഞിരിക്കുന്നത്. 3 ആവും, then 5 ആവും. എപ്പൊ കൂടുന്നോ അപ്പൊ നിർത്തണം. അപ്പൊ ഇപ്പൊ n-ന്റെ വാല്യൂ ഇപ്പൊ 3 ആയി കഴിയുമ്പോ എന്ത് ചെയ്യണം, 5 ആയി കഴിയുമ്പോ നിർത്തണം. ഇനി നെസ്റ്റഡ് ഫോർ ലൂപ്പ്. അപ്പൊ ഒരു ഫോർ ലൂപ്പിന്റെ അകത്ത് വേറൊരു ഫോർ ലൂപ്പ് വരുന്നതിനാണ് നെസ്റ്റഡ് ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു ഫോർ ലൂപ്പ് ഉണ്ട്, അതിന്റെ അകത്ത് വേറൊരു ഫോർ ലൂപ്പ് ഉണ്ട്, അതിന്റെ അകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ്. ഇനി ജമ്പിങ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, ഇമ്പോർട്ടന്റ് ആണ് ജമ്പിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഇറ്റ് ഈസ് യൂസ് ടു ട്രാൻസ്ഫർ ദ എക്സിക്യൂഷൻ ഓഫ് കൺട്രോൾ ഓഫ് ദ പ്രോഗ്രാം. പ്രോഗ്രാമിന്റെ കൺട്രോൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, jumping statements use ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്. ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഇസ് യൂസ് ടു എക്സിറ്റ് ഫ്രം ദ ലൂപ്പ്. അപ്പൊ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ലൂപ്പ് പരിപാടി ആണെങ്കിലും അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക് കൊടുക്കുന്നത്. ബ്രേക്ക് കൊടുക്കുമ്പോൾ അവിടെ വെച്ചിട്ട് പ്രോഗ്രാം സ്റ്റോപ്പ് ആവും. ഇനി കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്കിപ്പ് ദ റിമൈനിങ് സ്റ്റേറ്റ്മെന്റ് ഇൻ ദ ബോഡി ആൻഡ് കണ്ടിന്യൂ ടു ദ നെക്സ്റ്റ് ഇറ്ററേഷൻ. അപ്പൊ ഇവിടെ ഒരു ഫോർ ലൂപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് ശേഷം ഇവിടെ ഒരു കണ്ടിന്യൂ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. കണ്ടിന്യൂ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മുടെ മെയിൻ ലൂപ്പിലോട്ട് കടക്കും. ഓക്കെ, ബ്രേക്കും കണ്ടിന്യൂ വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ്. അപ്പൊ ഇവിടെ ബ്രേക്ക് എന്ന് പറഞ്ഞപ്പോ a is equal to 1 ചെക്ക് ചെയ്യും, 7 മോഡുലസ് 7 equal to 0 ആണോ നോക്കും. അപ്പൊ എപ്പോഴാണോ ആ ഒരു കണ്ടീഷൻ തീരുന്നത് അവിടെ വെച്ച് എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും. പിന്നെ അത് 7 equal to 0 ആ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാനായിട്ട് അത് പോകത്തില്ല. കാരണം എന്താണ്, അവിടെ വെച്ചത് ബ്രേക്ക് ആണ് പറഞ്ഞത്. ഇനി കണ്ടിന്യൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഈവൻ ദോ
കണ്ടീഷൻ തീർന്നെങ്കിലും അത് എന്ത് ചെയ്യും, ഒന്നും കൂടി ആ ഒരു മെയിൻ എക്സിക്യൂഷൻ എക്സിക്യൂട്ട് ചെയ്യും. അതാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ ഈ ഒരു രണ്ട് പ്രോഗ്രാംസും മനസ്സിലാക്കിയാൽ കിട്ടും. ഇവിടെ നമുക്ക് 6 വരെയാണ് പോണുള്ളൂ, പക്ഷെ ഇതിന്റെ അകത്ത് മീൻസ് 10 വരെ പ്രിന്റ് ചെയ്യുന്നുണ്ട്. നമ്മള് വൈൽ ലൂപ്പ് ഇട്ട് കൊടുത്തിട്ടും 10 വരെ പ്രിന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു എക്സിക്യൂഷൻ അത് വൈലിന്റെ അകത്തുള്ള എക്സിക്യൂഷൻ അത് പെർഫോം ചെയ്യുന്നുണ്ട്. ഇനി റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്സ്. റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എന്തിനു വേണ്ടിയിട്ടാണ്, എക്സിറ്റ് ഫ്രം ദ ഫംഗ്ഷൻ ആൻഡ് റിട്ടേൺ ടു ദ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റിലോട്ട് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. അൺലൈക്ക് ദ ബ്രേക്ക് ഇറ്റ് ഓൺലി എക്സിസ്റ്റ് ദ ലൂപ്പ് റിട്ടേൺസ് ഫോൾസ് ലീവ് ദ ഫംഗ്ഷൻ. എൻ്റയർ ഫംഗ്ഷൻ തന്നെ ലീവ് ചെയ്യും. പക്ഷെ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്, ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ലൂപ്പിന്റെ അകത്തുനിന്ന് മാത്രമേ പോവുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കൺട്രോൾ ഫംഗ്ഷൻ തന്നെ എൻറ്റയർലി ലീവ് ചെയ്തിട്ടാണ് ചെയ്യുക. ഫംഗ്ഷൻ തന്നെ ലീവ് ചെയ്യുന്നതാണ് ഈ ഒരു ലീവ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇനി അടുത്തത് ഗോ ടു സ്റ്റേറ്റ്മെന്റ് ആണ്. ഗോ ടു സ്റ്റേറ്റ്മെന്റ് എന്താണ്, അൺകണ്ടീഷണലി ബ്രാഞ്ച് അൺകണ്ടീഷണലി ഫ്രം വൺ പോയിന്റ് ടു അനദർ. ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ട് ഡയറക്റ്റ് പോകാൻ വേണ്ടിയിട്ടാണ് ഗോ ടു യൂസ് ചെയ്യുക. അതൊരു കീവേഡ് ആണ് അതിൽ യൂസ് ചെയ്യുന്നത്. ഫോളോഡ് ബൈ ഒരു ലേബൽ നെയിമും കൂടി കൊടുക്കും. ഫോർവേഡ് ജമ്പിംഗ് ഉണ്ട്, ബാക്ക്വേർഡ് ജമ്പിംഗ് ഉണ്ട്. ഫോർവേഡ് ജമ്പിംഗ് എന്ന് പറഞ്ഞാൽ ബിഫോർ ദ ലേബൽ കംസ് ബിഫോർ ദ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ലേബൽ കൊടുക്കുന്നത് സ്റ്റേറ്റ്മെന്റിന് മുമ്പാണ്. ഗോ ടു ലേബൽ കണ്ടോ, അപ്പൊ ഇത് ഇങ്ങാണ് കൊടുക്കും. ഓക്കെ, ഫോർവേഡ് ജമ്പിംഗ് എന്ന് പറഞ്ഞാൽ മുന്നോട്ടേക്കായിരിക്കും. അപ്പൊ ലേബല് ഗോ ടു ലേബൽ കൊടുക്കും. ലേബൽ എവിടെ കൊടുത്തിരിക്കുന്നത്, ഇത്. അപ്പൊ ഗോ ടു ലേബൽ എന്ന് പറഞ്ഞാൽ നേരെ ഇങ്ങോട്ടേക്ക് ജമ്പിങ്. ഫോർവേഡ് ജമ്പിംഗ് ഉണ്ട്, ബാക്ക്വേർഡ് ജമ്പിംഗ് ഉണ്ട്. ആ ഒരു 2 പോയിന്റ്സ് ഓർക്കാം. ഇനി അടുത്ത കുറച്ച് പ്രോഗ്രാംസും ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ടു ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് ഇൻ 3 നമ്പേഴ്സ്. 3 നമ്പേഴ്സിൽ ഗ്രേറ്റസ്റ്റ് ഏതാണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഐ എസ് ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഇതിന്റെ ഒരു ലോജിക് ഇസ് ലൈക്ക് എ ബി സി എന്ന് പറഞ്ഞ 3 ഡിജിറ്റ്സ് ഉണ്ടാവും. ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുക എയും ബിയും ആണ് ഗ്രേറ്റർ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ എയും സിയും ആണോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതിൽ നിന്ന് ആരാ ഗ്രേറ്റർ, എ ആണ് ഗ്രേറ്റർ. ഇനി അതല്ല, ഇതൊരു ഇഫിൽ കൊടുക്കുക. ഇനി എൽസ് ഇഫ് കൊടുക്കുക. എൽസ് ഇഫില് ബി ഗ്രേറ്റർ ദാൻ സി ആൻഡ് ആണ് കൊടുക്കുന്നത് ഓപ്പറേഷൻ. ബി ഗ്രേറ്റർ ദാൻ എ, അങ്ങനെയാണെങ്കിൽ ആരാ വലുത്, ബി ആണ് വലുത്. എൽസ് സി ഗ്രേറ്റർ ദാൻ എ ആൻഡ് സി ഗ്രേറ്റർ ദാൻ ബി, അങ്ങനെയാണെങ്കിൽ ആരാ വലുത്, സി. ഇതാണ് അവിടുത്തെ ലോജിക്ക്. ബാക്കി ഫങ്ഷൻസ് ഒക്കെ സെയിം. ഇനീഷ്യലൈസ് ചെയ്യണം, റീഡ് ചെയ്യണം. ഇതിന്റെ അകത്തുള്ള ഫങ്ഷനിങ് ആണ് ഞാൻ ഈ പറഞ്ഞു തന്നത്, എങ്ങനെയാണ് ഫങ്ഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ഫങ്ഷൻ ഉണ്ടെങ്കിൽ ബാക്കി നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അത്യാവശ്യം പ്രോഗ്രാം എഴുതാൻ പറ്റുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്യണമെങ്കിൽ എഴുതാൻ പറ്റും. ഇനി കാൽക്കുലേറ്റ് ദ സം ഓഫ് n നമ്പേഴ്സ്. അപ്പൊ n നമ്പേഴ്സ് എന്ന് പറഞ്ഞപ്പോ n എന്ന് പറഞ്ഞപ്പോ 5 ആണെന്ന് നമ്മൾ യൂസർ കൊടുക്കണേണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് 1 + 2 + 3 + 4 + 5 നമുക്ക് പ്രിന്റ് ചെയ്യണം. ഈ ഒരു ആൻസർ കിട്ടണം. 5 + 5 10 15 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത് അല്ലെ. 1 + 2 3 3 + 3 6 6 + 4 10 and 5 is 15. ടോട്ടൽ അപ്പോൾ 15. അപ്പോൾ 15 കിട്ടാനായിട്ട് നമുക്കൊരു ലിമിറ്റ് കൊടുക്കണം. എന്ന് പറഞ്ഞാണ് നമ്മൾ ലിമിറ്റ് വാല്യൂ കൊടുക്കുന്നത്. ഇനി എൻ്റർ ദ നമ്പേഴ്സ്. ഓരോ നമ്പറും എന്ത് ചെയ്യുക, എൻ്റർ ചെയ്യണം. ഫ്രം 1 2 3 n വരെ എവിടം വരെയാണോ അവിടം വരെ. അപ്പൊ ഐ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്നത് 1 ആണ്. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണോ എന്ന് ചെക്ക് ചെയ്യും. എന്ന് പറഞ്ഞാൽ 1 is ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ, അല്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ആ നമ്പർ സ്കാൻ ചെയ്യുക. അതുപോലെ തന്നെ സമ്മിന്റെ കൂടെ എന്ത് ചെയ്യുക, ആ നമ്പർ പ്ലസ് ചെയ്യുക. അതിനുശേഷം പ്ലസ് പ്ലസ്. അപ്പോൾ 1 വരും. നെക്സ്റ്റ് 1 പ്ലസ് പ്ലസ്. ഇവിടെ i പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ എന്താവും, 2 ആവും. 2 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 5 ആണോ, അപ്പൊ 2 അതിന്റെ കൂടെ സമ്മിന്റെ കൂടെ പ്ലസ് ആവും. പിന്നെ 3 ആണോ നോക്കും, ഇപ്പൊ 3യും അല്ല. 4 ആണോ നോക്കും, 4ഉം അല്ല. 5 ആണോ നോക്കും, 5 ആണ്. അപ്പൊ അവിടെ വെച്ച് ആ ഒരു ഓപ്പറേഷൻ നിൽക്കും. ടോട്ടൽ സമ്മിലോട്ട് ഇതെല്ലാനും കൂടി ആഡ് ആവും. ടോട്ടൽ സം വരുമ്പോൾ 15 വരും. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്യണം, ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു പ്രോഗ്രാം ആണ്. ഇനി എന്ന് പറഞ്ഞാൽ the numbers will be like 0, ആ ഒരു ഫിബൊനാച്ചി സീരീസിന്റെ നമ്പർ ആണ് 0 1 1 2 3 5 8. അപ്പോൾ 0 + 1, പിന്നെ 1 + 1 2 ആയിരിക്കും.
പിന്നെ 2 + 1 3 ആയിരിക്കും, 2 + 3 5 ആയിരിക്കും, 5 + 3 8 ആയിരിക്കും. ഇങ്ങനെയാണ് ഈ ഒരു ഇത് പോണത്. അപ്പൊ നമുക്ക് രണ്ട് നമ്പേഴ്സ് ആണ് വേണ്ടത്. രണ്ട് നമ്പേഴ്സ് എയും ബിയും വേണം. ഒരു ലിമിറ്റ് വേണം n എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ സ്റ്റാർട്ട്സ് പ്രിന്റിങ് 0യും 1ഉം വെച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ എന്റെ വാല്യൂ ഇനീഷ്യലൈസ് ടു 0യും ബിയുടെ വാല്യൂ ഇനീഷ്യലൈസ് ടു 1ഉം കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ ഐന്റെ വാല്യൂ 3 ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലൂപ്പ് കാൽക്കുലേറ്റ് ദ നെക്സ്റ്റ് ടേം ആസ് ദ സം ഓഫ് ദ പ്രീവിയസ് ടു. സം ഓഫ് പ്രീവിയസ് ടു. അപ്പൊ സം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? a + b ആയിരിക്കും ചെയ്യുക. സോ a = b ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ b = s ചെയ്യുക. ഒരു സ്വാപ്പിംഗ് നടക്കും. അതിനുശേഷം ഐന്റെ വാല്യൂ എന്ത് ചെയ്യുക? പ്ലസ് ചെയ്യുക. അതിന്റെ വാല്യൂ പ്ലസ് ചെയ്യുമ്പോൾ നേരെ വീണ്ടും നമ്മുടെ ടോപ്പ് ലൂപ്പിലോട്ട് വൈൽ ലൂപ്പിലോട്ട് പോരും. വീണ്ടും അതിന്റെ വാല്യൂ ചെക്ക് ചെയ്യും. അതിന്റെ വാല്യൂ ചെക്ക് ചെയ്തിട്ട് നോക്കും എസിന്റെ വാല്യൂ കറക്റ്റ് ആണോ. എസിന്റെ വാല്യൂ നെക്സ്റ്റ് വാല്യൂസ് ആയിരിക്കും ഉണ്ടാവുക അല്ലെ. എസിന്റെ വാല്യൂ അപ്പൊ നെക്സ്റ്റ് വാല്യൂ ആണ്. അപ്പൊ ആ ഒരു വാല്യൂ വെച്ചിട്ട് വീണ്ടും ഐട്രേറ്റ് ചെയ്ത് പോകുന്നതാണ് ഫിബൊനാച്ചി സീരീസ്. ഇതിൽ പഠിക്കേണ്ടത് ഈ ഒരു വൈൽ ലൂപ്പ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. വൈൽ i <= n, s = a + b, a = b, b = s, i++. ഓക്കെ. ഇനി ഫാക്ടോറിയലിന്റെ പ്രോബ്ലം ആണ് അടുത്തത്. ഫാക്ടോറിയലിന്റെ പ്രോബ്ലത്തിൽ നമുക്ക് വേണ്ട ഒരു ഇതാണ് ഈ ഒരു ഫോർ ലൂപ്പ്. ഓക്കെ. ഈ ഒരു ഫോർ ലൂപ്പ് ഇട്ടിട്ടാണ് ഫാക്ടോറിയൽ ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞപ്പോൾ 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 5 × 4 × 3 × 2 × 1. ഇതാണ് 5 ഫാക്ടോറിയലിന്റെ ഇക്വേഷൻ. അപ്പൊ ഈ ഒരു 5 ഫാക്ടോറിയൽ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളൊരു ഫോർ ലൂപ്പ് ഉണ്ട്. ഫോർ ലൂപ്പ് ആ 1 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം, n വരെ പോകണം, പിന്നെ അതിന്റെ വാല്യൂ പ്ലസ് ചെയ്യണം. അപ്പൊ ഫാക്ടോറിയലിന്റെ കൂടാന്ന് പറഞ്ഞാൽ എന്താ? ഫാക്ടോറിയൽ = ഫാക്ടോറിയൽ ഇൻറ്റു ആ ഐന്റെ വാല്യൂ ആയിരിക്കും മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ ഓരോ ലൂപ്പിലും n വരെ. ഓക്കെ. ഇനി നമുക്ക് നമ്പർ റിവേഴ്സ് ചെയ്യാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്പർ റിവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ 1 2 3 എന്ന് എഴുതുന്ന നമ്പർ നമുക്ക് എന്ത് ചെയ്യണം? 3 2 1 എന്ന് എഴുതണം. പൊസിഷൻസ് മാറ്റണം. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് വൈൽ ലൂപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. വൈൽ ലൂപ്പ് ഇട്ടിട്ട് നമ്പർ <= 1. നമ്മൾ പ്ലേസ് വാല്യൂ ചേഞ്ച് ചെയ്യത്തില്ലേ? ആ പ്ലേസ് വാല്യൂ ചേഞ്ച് ചെയ്യുന്നതാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പൊ റിമൈൻഡർ എന്ന് പറയുന്നത് നമ്പർ ഡിവൈഡഡ് ബൈ മോഡുലസ് 10 ആയിരിക്കും. റിവേഴ്സ്ഡ് നമ്പർ എന്ന് പറഞ്ഞാൽ റിവേഴ്സ്ഡ് നമ്പർ സ്റ്റാർ 10 പ്ലസ് റിമൈൻഡർ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ 10. അപ്പോഴാണ് നമുക്ക് റിവേഴ്സ് നമ്പർ കിട്ടുക. അപ്പൊ റിവേഴ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ റിവേഴ്സ് നമ്പർ ഇൻറ്റു 10 പ്ലസ് റിമൈൻഡർ. അതാണ് നമുക്ക് കിട്ടുക. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഒരു വാല്യൂല് ഇനീഷ്യൽ വാല്യൂസ് സെയിം ആണല്ലോ, അപ്പുറം ഇപ്പുറമുള്ള വാല്യൂസ് ആണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ റിമൈൻഡർ വാല്യൂ എടുക്കുക. നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പർ ആണ് കൊടുക്കുക. നമ്പർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെന്ന് ചെക്ക് ചെയ്യുക. അതിൽ നം ഡിവൈഡഡ് ബൈ മോഡുലസ് 10 ആണ് ചെയ്യേണ്ടത്. മോഡുലസ് 10 ചെയ്യുന്ന വാല്യൂ ആണ് REMലോട്ട് സ്റ്റോർ ആവുന്നത്. ആ വാല്യൂ പ്ലസ് റിവേഴ്സ് നമ്പർ ചെയ്യും, പിന്നെ അത് ഡിവൈഡഡ് ബൈ 10. ഇതിൽ ഓർക്കേണ്ട പോർഷൻ മീൻസ് ഇതാണ്. നിങ്ങൾ ഇതൊക്കെ ഒരു സ്നിപ്പറ്റ് ആക്കി എവിടെയെങ്കിലും എഴുതി വെക്കുക. ഓക്കെ. ഇനി സം ഓഫ് ഡിജിറ്റ്സ് കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? വൈൽ ലൂപ്പിൽ സം ഓഫ് ഡിജിറ്റ്സ് കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞാൽ 1 2 3 ആണെങ്കിൽ 1 + 2 + 3 വാല്യൂസ് കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞാൽ 6 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? റിമൈൻഡർ = നമ്പർ മോഡുലസ് 10, n = n/10. അതുപോലെ തന്നെ s = r + s. ഈ ഒരു ഓപ്പറേഷൻ ആണ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സമ്മ് കിട്ടുന്നത്. ഈ രണ്ടും ഈ ഒരു റിവേഴ്സിങ്ങിന്റെയും സമ്മിന്റെയും വാല്യൂസ് മീൻസ് സിന്റാക്സ് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഞാൻ മെയിൻ സിന്റാക്സ് ആണ്. ഈ സിന്റാക്സ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മര്യാദക്ക് മാർക്ക് കിട്ടും. മെയിൻലി ഈ സിന്റാക്സിലാണ് ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്. ഇനി പാലൻഡ്രോം ഏറ്റവും എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റിയ പോർഷൻ ആണ് ഞാൻ കാണിച്ചു തരുന്നത്. ആ ഒരു പോർഷൻ മാത്രം പഠിക്കാം. മെയിൻ പ്രോഗ്രാം കാണുമ്പോഴാണല്ലോ നിങ്ങൾക്ക് ഈ ഒരു ടെൻഷൻ വരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഓൾറെഡി ഇനീഷ്യലൈസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ എല്ലാത്തിലും സെയിം ആയിരിക്കും. ഈ നമുക്ക് അറിയാത്ത വാല്യൂസ് ഒക്കെ ഇൻഡ് ആയിട്ട് ഇവിടെ കൊടുത്താൽ മതി നേരെ പൊക്കത്ത്. അതുപോലെ തന്നെ പ്രിന്റ് ചെയ്യാനായിട്ട് എൻ്റർ ദ വാല്യൂവും അതുപോലെ തന്നെ റിവേഴ്സ്ഡ് കിട്ടിയിരിക്കുന്ന വാല്യൂ പ്രിന്റ് ചെയ്യാനും മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ ആ ഒരു പ്രോസസ് ഒക്കെ എല്ലാത്തിലും സെയിം ആണ്. മെയിൻലി ചേഞ്ച് ആകുന്ന പോർഷൻസ് ആണ് നമ്മൾ കാണിക്കുന്നത്. നീഡ് ടു ചെക്ക് ദ നമ്പർ ഇസ് പാലൻഡ്രോം. പാലൻഡ്രോം ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ഫസ്റ്റ് അതിന്റെ ലോജിക്ക് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ റിവേഴ്സ് ദ നമ്പർ ആൻഡ് ചെക്ക് ഇഫ് ഇറ്റ് ഇസ് റിവേഴ്സ്ഡ് നമ്പറും ഒറിജിനൽ നമ്പറും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. റിവേഴ്സ്ഡ് നമ്പർ ചെക്ക് ചെയ്യാനുള്ള ലൂപ്പ് നമുക്കറിയാം അല്ലെ.
അപ്പൊ അതിൽ നിന്ന് നമ്മുടെ ഒറിജിനൽ നമ്പറും റിവേഴ്സ് നമ്പറും കറക്റ്റ് ആണോ? കറക്റ്റ് ആണെങ്കിൽ അതൊരു പാലൻഡ്രോം ആണ്, ഇല്ലെങ്കിൽ അതൊരു പാലൻഡ്രോം അല്ല. ഇപ്പൊ മലയാളം എന്ന് പറയുന്ന വേർഡ് എന്താണ്? ഒരു പാലൻഡ്രോം ആണ്. കാരണം ബാക്കിൽ നിന്ന് തിരിച്ചിട്ടാലും ഫ്രണ്ടിൽ നിന്ന് തിരിച്ചിട്ടാലും ലെറ്റേഴ്സ് മീൻസ് വാല്യൂസ് സെയിം ആണ്. ഓക്കെ, ഇനി ചെക്ക് ഇഫ് ദ, ഇവിടെ അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞോട്ടെ റിവേഴ്സിന്റെ സെയിം ഇതാണ്, റിവേഴ്സ് ചെയ്യാനായിട്ടുള്ള സെയിം ലൂപ്പാണ്. അതിന് ശേഷമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മുടെ മെയിൻ പ്രോഗ്രാമിലോട്ട് കടന്നിരിക്കുന്നത്. ഇനി അടുത്തത് ലീപ്പ് ഇയർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ലീപ്പ് ഇയർ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള മെയിൻ കണ്ടീഷൻ ആണ് ഇത്. ഇഫ് n divided by 4 modulus 4 is equal to 0, n modulus 100 not equal to 0, or എന്താണ് ഓർ ആണ് വരുന്നത് ഇവിടെ, ഈ ഒരു വാല്യൂ ഇല്ല, ഓർ വാല്യൂസ് ആണ് വരുന്നത്. ഓർ n modulus 400 is equal to 0. അങ്ങനെയാണെങ്കിൽ ഈ ഒരു 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ആവണമെങ്കിൽ അതൊരു ലീപ്പ് ഇയർ ആണ്. എൽസ് എന്താണ്? അതൊരു ലീപ്പ് ഇയർ അല്ല. അപ്പൊ ഇഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ ഇറ്റ് ഇസ് എ ലീപ്പ് ഇയർ, എൽസ് ഇറ്റ് ഇസ് നോട്ട് എ ലീപ്പ് ഇയർ. ഇനി അടുത്തതാണ് ആംസ്ട്രോങ്. ആംസ്ട്രോങ് എന്ന് പറഞ്ഞപ്പോൾ 153 സം ഓഫ് ക്യൂബ് ഓഫ് ഡിജിറ്റ് അതാണ് ഉദ്ദേശിക്കുന്നത്, ഇസ് ഈക്വൽ ടു ഒറിജിനൽ നമ്പർ. അപ്പോൾ ഇപ്പോൾ 153 എടുക്കണമെങ്കിൽ 1 ക്യൂബ് പ്ലസ് 5 ക്യൂബ് പ്ലസ് 3 ക്യൂബ് ഷുഡ് ബി ഈക്വൽ ടു 153. അങ്ങനെയാണെങ്കിൽ ഇതൊരു ആംസ്ട്രോങ് നമ്പർ. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വൈൽ ലൂപ്പ് ഇട്ടിട്ട് നമ്മൾ നേരെ ചെക്ക് ചെയ്യുന്നുണ്ട് ആ നമ്പർ തന്നെ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ക്യൂബ് ഓപ്പറേഷൻ ആണ് ചെയ്യുന്നത്. ഡി ഇൻറ്റു സം ഇസ് ഈക്വൽ ഡി ഇൻറ്റു ഡി ഇൻറ്റു ഡി. അപ്പൊ ഡി ക്യൂബ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കണം, ലൈക്ക് എന്താണ് ഓപ്പറേഷൻ എന്ന് നോക്കണം. ഡി ക്യൂബ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത് സം ഇസ് ഈക്വൽ ടു ടംപ് ആണെങ്കിൽ ആംസ്ട്രോങ് നമ്പർ ആണ്, ഇല്ലെങ്കിൽ അതൊരു ആംസ്ട്രോങ് നമ്പർ അല്ല. ഇനി അടുത്തത് വരുന്നത് നമുക്ക് പ്രിന്റിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രിന്റിംഗ് ക്വസ്റ്റ്യൻസിൽ ഇതൊക്കെ നമ്മൾ നെസ്റ്റഡ് ലൂപ്പ് ഇട്ടിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. നെസ്റ്റഡ് ലൂപ്പ് ഇടണം. അപ്പൊ ഓരോന്നിന്റെ വാല്യൂ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ലൈൻസിലായിട്ട് പ്രിന്റ് ചെയ്യുക. എൻ്റർ ദ നമ്പർ ഓഫ് ലൈൻ. എത്ര നമ്പർ ഓഫ് ലൈൻ വേണം അതിൽ? 1 2 3 4 നമ്പർ ഓഫ് ലൈൻ വേണം. അതിന് ശേഷം എന്ത് ചെയ്യുക, ഓരോ ട്രാക്കും ഒക്കെ പിന്റെ വാല്യൂവും കെന്റെ വാല്യൂവും വെച്ച് ട്രാക്ക് ചെയ്തിട്ട് വേണം പിന്റെ വാല്യൂവും ജെന്റെ വാല്യൂവും പ്രിന്റ് ചെയ്യാൻ. അപ്പൊ ഇതാണ് ഇതിനകത്തുള്ള സിൻടാക്സ്. ജസ്റ്റ് നെസ്റ്റഡ് ലൂപ്സ് പഠിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു സീരീസ് പ്രിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫോർ ലൂപ്പ് ഇട്ടിട്ട് നെസ്റ്റഡ് ഫോർ ലൂപ്സ് ഇട്ടിട്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കണം ഈ വാല്യൂസ് പ്രിന്റ് ചെയ്യാൻ. ഇവിടെ ലൈക്ക് എന്താണ്, സെയിം വാല്യൂസ് ആണ് പ്രിന്റ് ചെയ്യാൻ. അപ്പൊ കുറച്ചുകൂടി എളുപ്പമാണ്. i++ j++ വെച്ചിട്ട് മാത്രം ചെയ്യാനേ ഉള്ളൂ. ഇനി പ്രൈം ഓർ നോട്ട് ആണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രൈം ഓർ നോട്ടിൽ നമ്മൾ പ്രൈം നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് n ഡിവൈഡഡ് ബൈ 2 ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളൊരു ഫ്ലാഗ് വാല്യൂ ഉണ്ട്, ഫ്ലാഗ് വാല്യൂ ഈക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ n ഡിവൈഡഡ് ബൈ 2 കറക്റ്റ് ആണെങ്കിൽ അവിടെ ഒരു ഫ്ലാഗ് 1 കൊടുക്കുക. ഫ്ലാഗ് 1 കൊടുക്കുമ്പോൾ എന്താണ്, ഫ്ലാഗ് 1 ആണെങ്കിൽ വീണ്ടും ചെക്ക് ചെയ്യുക. ഫ്ലാഗ് 0 ആകുമ്പോൾ നമ്പർ പ്രൈം നമ്പർ ആണ്, എൽസ് ഇറ്റ് ഇസ് നോട്ട് എ പ്രൈം നമ്പർ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഈ ഒരു ലാസ്റ്റ് പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് നന്നായിട്ട് നോക്കണം, കാരണം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ലാസ്റ്റ് പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യനും. ജസ്റ്റ് അതിൽ കൂടി ഗോ ത്രൂ ചെയ്യുക, നന്നായിട്ട് ഗോ ത്രൂ ചെയ്യണം. ഇന്നൊരു ദിവസം എടുത്തിട്ട് ഈ ഒരു മൊഡ്യൂള് തീർക്കാൻ നോക്കണം. ഓക്കെ.